Good morning. All right. Thank you so much for joining. നമ്മൾ ഓരോ ദിവസവും 1% ഇംപ്രൂവ്മെന്റ്സിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സോ ടുഡേ വി ആർ ഓൾസോ കമ്മിങ് ബാക്ക് അഗെയിൻ ഫോർ ദ 1% ഇംപ്രൂവ്മെന്റ്. സോ ഹോപ്പ് യു ആർ റെഡി ഫോർ ടുഡേ സെഷൻ. ഇന്നത്തെ സെഷനിലേക്ക് നിങ്ങൾ റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ RE. Just comment down RE എന്ന് കമന്റ് ചെയ്യുക. Okay. So thank you everyone. Thank you so much for all the good mornings wishes. So എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം? നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ ഗ്രാറ്റിറ്റ്യൂഡ്. നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡോട് മനസ്സിലേക്ക് എന്ത് ചെയ്യാം? നല്ല ചിന്തകൾ കൊടുക്കുക. നല്ല ചിന്തകൾ കൊടുത്തിട്ട് നമുക്ക് നല്ല നല്ല ഫീലിങ്സ് കൊടുത്ത്, അല്ലെ? നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു, ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ചെയ്തു എന്നറിയാം. എന്നാലും ജസ്റ്റ് എന്ത് ചെയ്യാം? ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന കാര്യം എന്താണ്? ആ സന്തോഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഏത് കാര്യത്തിൽ നിങ്ങൾ ഭാഗ്യവാനാണ്? നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ഓരോ ദിവസവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ചിട്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുള്ളൂ. സോ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ഏത് കാര്യത്തിലാണ് നിങ്ങൾ സന്തോഷവാനായിട്ടുള്ളത്? നിങ്ങൾ സന്തോഷവതിയായിട്ട് അല്ലെങ്കിൽ സന്തോഷവാനായിട്ട് ഇരിക്കുന്ന ഒരു കാര്യം പറയും. നിങ്ങൾക്ക് എന്തുണ്ട്? വാട്ട് ഡു യു ഹാവ്? എന്താ നിങ്ങൾക്കുള്ളത്? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. എനിക്ക് ശ്വസിക്കാൻ സാധിക്കുന്നു. ഓക്കെ, സുലൈഹാവി പറയുന്നു എനിക്ക് ശ്വസിക്കാൻ സാധിക്കുന്നു. സെലീന പറയുന്നു ഫോർ ദിസ് ബർത്ത്, ഈ ജന്മത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു? ജനനം ജനിച്ചതിന്, ടുഡേയ്സ് ലൈഫ്, ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് ഞാൻ നന്ദി പറയുന്നു. പല ആൾക്കാർക്കും എന്താ വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഗ്രേറ്റ്ഫുൾ ആണ്? എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാത്രമാണ്. റാഫിദ പറയുന്നു ലവബിൾ ഫാമിലി, നല്ല ലവബിൾ ആയിട്ടുള്ള ഫാമിലി ഉണ്ട്. ദ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഫ്രഷ് മൈൻഡ്, നല്ല ഫ്രഷ് മൈൻഡ് ലഭിച്ചതിന്. ഗുഡ് ഫാമിലി, വെരി ഗുഡ്, നല്ലൊരു ഫാമിലി ലഭിച്ചതിന്. ചില ആൾക്കാർ എന്താ വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നില്ല, ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാതെ ഇരിക്കുകയാണ്. സോ നല്ല ആരോഗ്യത്തിന്. ഓക്കെ, സോ ഐ ആം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ്. രഹന പറയുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, സോ അതിൽ ഞാൻ എന്താണ്? ഹാപ്പിയാണ്. ജാസിറ ബേബി പറയുന്നു ആരോഗ്യത്തിൽ ഹാപ്പിയാണ്, ഇന്ന് കൂടി ലൈഫ് ലഭിച്ചു, അതിന് ഹാപ്പിയാണ്. സോ നമ്മളെല്ലാവരും എന്താ വെച്ചാൽ പല കാര്യങ്ങൾ, അല്ലേ? ഫാമിലിക്ക് ഹാപ്പിയാണ്. സോ എന്തിനാണ് നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്നത്? സോ ആ ഹാപ്പിനെസ് എന്ത് ചെയ്യാം? നിങ്ങൾ മനസ്സിലേക്ക് ഫീൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്കൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ഒരല്പനേരം ജസ്റ്റ് ഒരു 30 സെക്കൻഡ് കണ്ണടച്ചിട്ട് ഒന്ന് ഡീപ് ബ്രീത്ത് എടുക്കുക. 30 സെക്കൻഡ്സ് കണ്ണടയ്ക്കാൻ. ഓക്കെ, ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഗുഡ് ഫാമിലി ഉണ്ട്, നല്ല മക്കളെ കിട്ടിയതിന്, ഓക്കെ, നല്ല ആരോഗ്യത്തിന്, നല്ല ഹെൽത്തിന്. ഓക്കെ, സമീറ KP പറയുന്നു നല്ല ഹെൽത്തിന്, നല്ല ഫാമിലി തന്നതിന് ഐ ആം ഹാപ്പി. ഗുഡ് ഹെൽത്ത്. സോഷ്യൽ വർക്കിൽ ഹാപ്പിയാണ്, അത് ചെയ്യാൻ കഴിയുന്നതിൽ. പാരന്റിന്റെ കൂടെ ജീവിക്കാൻ സാധിക്കുന്നു അനിത. ഓക്കെ, വെരി ഗുഡ്. ഗുഡ് ഫാമിലി. സോ യു ആർ ഹാപ്പി. ഓക്കെ, സോ ഓൾ ദീസ് തിങ്സ് ലൈക്ക് നമുക്ക് അതിനെന്ത് ചെയ്യാം? ഒരു 30 സെക്കൻഡ്സ് ജസ്റ്റ് എന്ത് ചെയ്യുക? കൈ ഇവിടെ വെക്കുക. ഓക്കെ, ഇവിടെ നെഞ്ചിൽ ഹൃദയത്തിൽ കൈവച്ചിട്ട് എന്ത് ചെയ്യുക? പറയാന്ന് വെച്ചാൽ ഐ ആം ഹാപ്പി ഫോർ ദിസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഫാമിലി. മനസ്സറിഞ്ഞ്, ഹൃദയത്തിൽ മനസ്സറിഞ്ഞ് കൈവച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തു വിടുക. One more time, take a deep breath. Okay. One more time, take a deep breath. എന്നിട്ട് എന്ത് ചെയ്യുക? മനസ്സിൽ എന്ത് ചെയ്യുക? മനസ്സറിഞ്ഞ് പറയുക. നിങ്ങൾ ആ ഒരു ചിന്തിച്ച കാര്യത്തിന്, നല്ല ഫാമിലി ലഭിച്ചതിന്, നല്ല ആരോഗ്യം ലഭിച്ചതിന്, നല്ല മനസ്സമാധാനം, ഇപ്പോഴത്തെ പ്രസൻസ് ഓഫ് മൈൻഡിന് താങ്ക് യു സോ മച്ച്. 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 മനസ്സറിഞ്ഞ് ദൈവത്തോട്, പ്രപഞ്ചശക്തിയോട്, ഇതെല്ലാം തന്നതിന്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയോട് മനസ്സറിഞ്ഞ് പറയും
താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ മക്കളോട് പറയുക താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആ മക്കളോട് എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ വന്നതിന് താങ്ക്സ് പറയും. മാതാപിതാക്കളോട് പറയും ജന്മം നൽകിയതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു മൈ ഡാഡ്, താങ്ക് യു മൈ മോം. ഉമ്മയെ വിളിച്ചിട്ട് പറയുക ഉമ്മ താങ്ക് യു സോ മച്ച്. ഉപ്പയെ വിളിച്ചിട്ട് പറയുക താങ്ക് യു സോ മച്ച്. അമ്മയെ വിളിച്ചിട്ട് പറയുക താങ്ക് യു സോ മച്ച്. അച്ഛനെ വിളിച്ചിട്ട് പറയുക താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നല്ല സുഹൃത്തുക്കളുണ്ട് അല്ലേ? ആ സുഹൃത്തുക്കളെ മനസ്സിലേക്ക് കണ്ട് നല്ല സുഹൃത്തുക്കൾ നല്ലതാ, അവരൊക്കെ നല്ലതാ. പരിഹസിക്കാറുണ്ട്, ചിരിപ്പിക്കാറുണ്ട്, കൂടെ യാത്ര ചെയ്യാറുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നന്ദി പറഞ്ഞ്, നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും താങ്ക് യു സോ മച്ച്. ഇൻവെസ്റ്റേഴ്സിന് താങ്ക് യു സോ മച്ച്. കൂടെ ജോലി ചെയ്യുന്നവർക്ക് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് താങ്ക് യു സോ മച്ച്. എന്നെ ഞാനാക്കിയതിന്, എന്നെ വളർത്തുന്നതിന്, എനിക്ക് അറിവ് പകർന്നു തരുന്നത് എല്ലാവർക്കും താങ്ക്സ് പറയും. നാട്ടുകാരൊക്കെ അറിവിൽ കുറെ നമുക്ക് ചിലപ്പോൾ പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. എങ്കിൽ പോലും അയൽപ്പക്കക്കാരുണ്ടാവും, അവരോട് താങ്ക്സ് പറയാം. താങ്ക് യു സോ മച്ച്. നാട്ടുകാരോട് താങ്ക്സ് പറയാം. ആ നാട്ടിലുണ്ടായതിന്, ആ നാട്ടിലുള്ളതിന്, ഒരു പ്രശ്നം വരുമ്പോൾ ഓടി വരുന്നതിന് താങ്ക് യു സോ മച്ച്. വിശേഷങ്ങൾ അന്വേഷിക്കുന്നതിന് താങ്ക് യു സോ മച്ച്. 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 അവരുടെ മനസ്സിൽ കാണുക. എന്നിട്ട് സ്നേഹം, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം അവരിലേക്ക് സ്നേഹം കൊണ്ട് അവരെ പൊതിയാം. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റിന്, സിസ്റ്റത്തിന് പോരായ്മകളൊക്കെ ഉണ്ടാകാം എന്നില്ല. താങ്ക് യു സോ മച്ച്. ഇവിടെയുള്ള നിയമങ്ങൾ കാക്കുന്ന കാവലാളായിട്ടുള്ള പോലീസുകാർ, പട്ടാളം, ഇങ്ങനെയുള്ള എല്ലാ സിസ്റ്റത്തിനും എല്ലാത്തിനും നന്ദി പറയാം, മനസ്സറിയാം. നിങ്ങളുടെ അധ്യാപകർക്ക് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഈ സെഷനിൽ ഇവിടെ വന്നതിന്, ഇവിടെ പങ്കെടുക്കുന്നതിന്, ഒരുമിച്ച് പങ്കെടുക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു യൂണിവേഴ്സ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി. മനസ്സറിഞ്ഞ് പ്രപഞ്ചത്തിന്, ഈ ഒരു യൂണിവേഴ്സിന്, ഇവിടെയുള്ള ആ ഒരു യൂണിവേഴ്സൽ മൈൻഡിന്, ദൈവത്തോട്, പ്രപഞ്ചശക്തിയോട്, പ്രപഞ്ചനാഥനോട്, സൃഷ്ടാവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ലൈഫ്, വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ജീവിത പങ്കാളിക്ക് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നിങ്ങളെ സഹായിക്കുന്ന വ്യക്തികൾക്ക് താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓൾറൈറ്റ്. താങ്ക് യു. മനസ്സറിഞ്ഞു. ഓൾറൈറ്റ്. താങ്ക് യു ഫോർ എവരിതിങ്. And how do you feel now? Are you feeling happy? Are you feeling better? How do you feel? എങ്ങനെയുണ്ട് ഫീലിംഗ്? ഓക്കെ, ആ മനസ്സറിഞ്ഞ് താങ്ക്സ് പറയുന്നതിന്. സോ താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്, റൈറ്റ്? നല്ല ഫീലിംഗ് അല്ലേ? ഫഹദ്, താങ്ക് യു. ഗ്രേറ്റ് ഫീലിംഗ്, ഹാപ്പി ഫീലിംഗ്, വെരി ഗുഡ്. സി, ദിസ് ഇസ് ദ വേ വി ഷുഡ് സ്റ്റാർട്ട് എവറി ഡേ. ഓരോ ദിവസവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ദിവസങ്ങൾ എന്താകും? ബ്യൂട്ടിഫുൾ ആകും, വണ്ടർഫുൾ ആകും. ബിക്കോസ് ദ വേ യു സ്റ്റാർട്ട്, ഹൗ ദ വേ യു സ്റ്റാർട്ട് ഡിഫൈൻസ് ഹൗ ദ വേ യു എൻഡ് യുവർ ഡേ. നിങ്ങൾ ഒരു ദിവസം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുവോ അത് തീരുമാനിക്കും. ഓക്കെ, ഹസീന പറയുന്ന മൈൻഡ് ചില്ലായി. ഓക്കെ, ഓക്കെ, മൈൻഡ് ചില്ലായി, അതേപോലെ തന്നെ മൈൻഡ് കൂളായി, ബ്യൂട്ടിഫുൾ മൈൻഡായി മാറി. നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ നല്ല സ്നേഹത്തിന്റെ പൂക്കൾ വിരിയുന്ന ഒരു സ്നേഹത്തിന്റെ ആ ഒരു like that feeling, that vibration, that positivity, that should be there whenever. So thank you so much. Oh yeah, thank you Shafi sir. Okay, thank you Mubina. Thank you so much. Thank you for being here. അപ്പൊ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ അതിരാവിലെ എണീറ്റിട്ട് ഞാൻ ഈ നടത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ നടത്തുന്ന ഈ പ്രോഗ്രാം ചെയ്യുന്നത് അല്ലെ, നമ്മുടെ ശരത് സാറിന് പ്രത്യേകം എല്ലാവരും താങ്ക്സ് പറയും. താങ്ക് യു ശരത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, കാരണം ഹീസ് ഹെൽപ്പിങ് അസ് എ ലോട്ട്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ താങ്ക്സ് അല്ലെ, ഇന്നസെൻസ് ഫീൽ ചെയ്യുന്നു. വെരി ഗുഡ്. സെലീന പറയുന്നു വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്, വണ്ടർഫുൾ ഫീലിംഗ്. സൂരജ് പറയുന്നു. ഓക്കെ, ഷഹീം പറയുന്നു പീസ്ഫുൾ ആയി മാറി. ദ ഫ്ലവേഴ്സ് ഓഫ് ലവ്. യെസ്, ഹൈദർ അലി. താങ്ക് യു. താങ്ക് യു ശരത്. താങ്ക് യു. താങ്ക്സ്. കാരണം ശരത് ഒരുപാട് ഹീസ് ഡൂയിങ് ഇറ്റ് എവറി ഡേ. നമ്മളുടെ കൂടെ നിന്നിട്ട്
ഒരു ദിവസം പോലും ഒഴിവെടുക്കാതെ, ലീവ് എടുക്കാതെ ഈ ഒരു മെഡിറ്റേഷൻ ഒക്കെ റൺ ചെയ്തു തരുന്നു. ഹി ഈസ് സച്ച് എ വണ്ടർഫുൾ പേഴ്സൺ. സോ താങ്ക് യു. ഓൾ റൈറ്റ്. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും നന്ദി പറയുകയാണ്, ഇവിടെ വരുന്ന എല്ലാവർക്കും. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ നമ്മൾക്ക് ഇങ്ങനെ ഫീഡ്ബാക്കുകളൊക്കെ പറയുന്ന, ഗ്രാറ്റിറ്റ്യൂഡുകൾ പറയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ലവ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഇന്ന് എന്താ പറഞ്ഞത്? ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് പവർ ഓഫ് കമ്മിറ്റ്മെന്റ്. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഒരു കമ്മിറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പവർ എന്താണ്. ഓക്കെ ഓക്കെ, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പവർ ഓഫ് കമ്മിറ്റ്മെന്റ് എന്താണ്? പവർ ഓഫ് കമ്മിറ്റ്മെന്റ് മനസ്സിലാവുന്നുണ്ടോ? എന്താ പവർ ഓഫ് കമ്മിറ്റ്മെന്റ്? പവർ ഓഫ് കമ്മിറ്റ്മെന്റ് ഇവിടെ ഞാനിപ്പോ നന്ദി പറയുന്നതിൽ വിട്ടതിൽ ശരത്ത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ടീം മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ട്. നമ്മുടെ കോഴ്സ് നടത്താൻ സഹായിക്കുന്ന നമ്മുടെ ട്രെയിനർമാരുണ്ട്, കോച്ചുമാരുണ്ട്, കോഴ്സിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്ന നമ്മളുടെ CC കോഴ്സ് കൗൺസിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, സംസാരിക്കുന്ന, വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തർക്കും, എവ്രി വൺ, നമ്മുടെ ഹീലേഴ്സിനും അതേപോലെ തന്നെ നമ്മളുടെ തെറാപ്പിസ്റ്റുകൾക്കും അതേപോലെ തന്നെ നമ്മളുടെ കോഴ്സ് കൗൺസിലേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയട്ടെ. This is a great opportunity. So we are creating a positive vibe. So let's begin. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ദ പവർ ഓഫ് കമ്മിറ്റ്മെന്റ്? കമ്മിറ്റ്മെന്റിന്റെ പവർ എന്താണ്? കമ്മിറ്റ്മെന്റിന്റെ പവർ അത് ആദ്യം അറിയേണ്ടത് വാട്ട് ഈസ് കമ്മിറ്റ്മെന്റ് എന്നുള്ളതാണ്. എന്താണ് കമ്മിറ്റ്മെന്റ്? കമ്മിറ്റ്മെന്റ് ഈസ് എന്താണ് കമ്മിറ്റ്മെന്റ്? കമ്മിറ്റ്മെന്റ് ഇസ് എ ഡിസിഷൻ ദാറ്റ് യു ടേക്ക്. നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്. കമ്മിറ്റ്മെന്റ് എന്താണ്? നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്. മനസ്സിലാകും? നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് കമ്മിറ്റ്മെന്റ്. അപ്പൊ ആ കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ബീയിങ് ഡെഡിക്കേറ്റ് ടു എ കോസ് ഓർ ആക്ടിവിറ്റി. എന്താണ് കമ്മിറ്റ്മെന്റ്? ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഓർ ക്വാളിറ്റി ഓഫ് ബീയിങ്. ഒരു വ്യക്തി കൊണ്ട് നടക്കുന്ന ഒരു ഗുണമാണ്, സ്വഭാവ ഗുണമാണ്, വ്യക്തിത്വ ഗുണമാണ് എന്ത്? കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആൻഡ് ഓർ ലൈക്ക് ഒരു സ്റ്റേറ്റ് ആണ്, ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. എന്നിട്ട് ആ മാനസികാവസ്ഥയിൽ നമ്മൾ വി ആർ ബീയിങ് ഡെഡിക്കേറ്റഡ് ടു എ കോസ് ഓർ ആക്ടിവിറ്റി. ഏതെങ്കിലും ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു, സമർപ്പിക്കുന്നു. അതാണ് കമ്മിറ്റ്മെന്റ്. ആ സമർപ്പിക്കാനുള്ള ആ ഒരു തീരുമാനം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ബെറ്റർ ആക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഒരു തീരുമാനമെടുക്കും. ഐ വാണ്ട് ടു ചേഞ്ച്, ഐ വാണ്ട് ടു ബിക്കം ബെറ്റർ എന്നുള്ള രീതിയിൽ ഒരു തീരുമാനമെടുക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് കമ്മിറ്റ്മെന്റ് ഓർ an engagement or obligation that restricts freedom of action. അതായത് കമ്മിറ്റ്മെന്റ് എന്താണ്? ഇറ്റ്സ് an engagement or obligation. ഒരു ഉത്തരവാദിത്തമാണ്, ഒരു ഏർപ്പെടലാണ്. എന്തില്? ദാറ്റ് റെസ്ട്രിക്ട്സ് ഫ്രീഡം ഓഫ് ആക്ഷൻസ്. അതായത് നമുക്ക് ഒരുപാട് പല കാര്യങ്ങളും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിലും, പലതിൻ്റെയും പുറകെ പോകാൻ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ പിറകെ ഒന്നും പോകാതെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് നിയന്ത്രിച്ചു നിർത്തുന്ന ഒരു വല്ലാത്ത ഉത്തരവാദിത്വം, വല്ലാത്ത കടം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അതെന്താണ്? ഇറ്റ്സ് ആൾസോ എ പ്രോമിസ്. ഒരു വാക്ക് നൽകലാണ്. മനസ്സിലാവുണ്ടോ? അതൊരു വാക്ക് നൽകലാണ്. ഇറ്റ്സ് എൻ എഗ്രിമെന്റ്. അതൊരു എഗ്രിമെന്റിലേക്ക് പോകലാണ്, ഒരു കരാറിൽ ഏർപ്പെടലാണ്. ഓർ എ പ്ലഡ്ജ്. ഒരു പ്ലഡ്ജ് ആണ്. പ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ എടുക്കലാണ്. ടു ഡു സംതിങ് ഇൻ ദ ഫ്യൂച്ചർ ഓർ ലൈക്ക് നമ്മുടെ ഇനി മുതൽ ഞാനൊരു കാര്യം തീരുമാനിക്കാൻ പോവുകയാണ് എന്നൊരു തീരുമാനം എടുക്കലാണ്. അപ്പോ അതാണ് കമ്മിറ്റ്മെന്റ്. ഈ കമ്മിറ്റ്മെന്റിന്റെ പവർ എന്താണ്? എന്താണ് അതിന്റെ ബെനഫിറ്റ്സുകൾ? വാട്ട് ആർ ദ ബെനഫിറ്റ്സ്? ദ പവർ ഓഫ് കമ്മിറ്റ്മെന്റ് എന്താണ്? അത് എന്തെല്ലാം കമ്മിറ്റ്മെന്റിന് എന്തൊക്കെയാണുള്ളത്? ഒരുപാട് ബെനഫിറ്റ്സുകളുണ്ട്. അതിലേറ്റവും ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ വർദ്ധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് എന്ത് ചെയ്യും? നിങ്ങളെ അത് സഹായിക്കും. അപ്പൊ അതിരാവിലെ
എല്ലാ ദിവസവും 5 മണിക്ക് എണീക്കും എന്നുള്ളതൊരു കമ്മിറ്റ്മെന്റാണ്. എല്ലാ ദിവസവും 5 മണിക്ക് എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യും എന്നുള്ളതൊരു കമ്മിറ്റ്മെന്റാണ്. അത് കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിലിരിക്കും, നല്ല അറിവുകൾ നേടും, ഒരു 1% ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും എന്നുള്ളതൊരു കമ്മിറ്റ്മെന്റ്. നിങ്ങളൊരു 1% ഇംപ്രൂവ്മെന്റ് നിങ്ങൾ കമ്മിറ്റ് ചെയ്ത് നോക്കും. ഒരു പ്രതിജ്ഞ എടുത്തു. ലൈഫ് നമുക്ക് ഇംപ്രൂവ് ആവണമെങ്കിൽ പ്രതിജ്ഞകൾ എടുക്കണം, കമ്മിറ്റ്മെന്റ് എടുക്കണം. ആ പ്രതിജ്ഞ കീപ്പ് ചെയ്യുക. ഒരു പ്രതിജ്ഞ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക. ഏതുവരെ കീപ്പ് ചെയ്യണം? നിങ്ങൾ ഏതുവരെ കീപ്പ് ചെയ്യണം? ആ പ്രതിജ്ഞ എടുത്തിട്ട് കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആ 1% എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 365 ദിവസം കഴിയും. എത്ര പെർസെൻറ്റേജ് ആയി? 365% ഇംപ്രൂവ്മെന്റ്സിലേക്ക് നിങ്ങൾ വന്നു. അപ്പൊ ലൈഫിൽ ഏറ്റവും വലിയ കമ്മിറ്റ്മെന്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കമ്മിറ്റ്മെന്റ് എടുത്ത ഒരാൾ തീരുമാനം എടുക്കുക, എന്റെ ലൈഫ് ഞാൻ ചേഞ്ച് ചെയ്യണം. ആ തീരുമാനം എടുക്കുന്ന ആൾക്ക് എന്തുണ്ടാകും? ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകും. സെൽഫ് ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലൈഫിൽ എന്താ വെച്ചാൽ വലിയ പ്രോഗ്രസ്, ഇപ്പോ നിങ്ങൾ നിൽക്കുന്നതിൽ നിന്നും ഒരുപാട് വലിയ മാറ്റത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? പോകും എന്നുള്ളതാണ്. കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാൾക്ക് വലിയ പ്രൊജക്ടുകൾ തീർക്കാൻ കഴിയും. ആ കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു ക്വാളിറ്റി ആണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി. തീരുമാനമെടുക്കുന്ന ആൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. ആ കൺസിസ്റ്റൻസി, തുടർച്ചയായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മൈൻഡ് വരും. അപ്പൊ അത് വരുന്നതിന് മുൻപ് എന്തൊക്കെ വരും? നമ്മൾ കമ്മിറ്റ്മെന്റ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉടനെ വരുന്ന സംഗതിയാണ്, അടുത്തൊരു സംഗതിയാണെന്ന് വെച്ചാൽ കറേജ്. ധൈര്യം വരും, ധൈര്യമുണ്ടാവും. അതായത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഫ്യൂച്ചർ ഒന്നും അറിയില്ല. ചിലപ്പം ഇത് സ്റ്റോപ്പ് ആയേക്കാം, ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ബട്ട് ഐ ആം കമ്മിറ്റഡ്. ഞാൻ കമ്മിറ്റഡ് ആണ്. അപ്പൊ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് എന്തുണ്ടാകും? തുടർച്ചയുണ്ടാകും, കൺസിസ്റ്റൻസി ഉണ്ടാകും. കൺസിസ്റ്റൻസി ഉള്ള ആൾക്ക് റിസൾട്ട് ഉണ്ടാകും. നിങ്ങൾ തുടർച്ചയായിട്ടൊരു കാര്യം ചെയ്തു നോക്കൂ. ദർ ഇസ് സംതിങ് കോൾഡ് കോമ്പൗണ്ട് എഫക്ട്. കോമ്പൗണ്ട് എഫക്ട് എന്താണ്? നിങ്ങൾ ഒരു കാര്യം തുടർച്ചയായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അറിയാതെ ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാവും. നിങ്ങളിങ്ങനെ കുറേ കാലം ഒരു ജോലി ചെയ്തു നോക്ക്. നിങ്ങൾ ആ ജോലി ചെയ്യാൻ നല്ല കഴിവുള്ള ആളായി മാറും, അല്ലെ? ഞാൻ വണ്ടി വാങ്ങി ഡ്രൈവ് ചെയ്യും എന്നൊരു കമ്മിറ്റ്മെന്റ് ഒരാൾ എടുത്തു. ഡ്രൈവ് ചെയ്യാൻ പഠിക്കാത്ത ഒരാൾ, അയാൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് അയാൾ കമ്മിറ്റഡ് ആയി തീരുമാനം എടുത്തു. അപ്പൊ ഒരു ദിവസം ഡ്രൈവ് ചെയ്തു, 2 ദിവസം ഡ്രൈവ് ചെയ്തു, 3 ദിവസം ഡ്രൈവ് ചെയ്തു, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് അദ്ദേഹം എന്താകും? അതിലൊരു എക്സ്പേർട്ട് ആവും, അല്ലെ? ആൻഡ് ദാറ്റ്സ് കോൾഡ്, ഇഫ് യു ഡു സംതിങ് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എ റിസൾട്ട്. അതൊരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിസൾട്ട്. അപ്പൊ നിങ്ങൾ നടത്തുന്ന ബിസിനസ്, യു ജസ്റ്റ് കണ്ടിന്യൂസ്ലി ഡു ഇറ്റ് ആൻഡ് കമ്മിറ്റ് ഫോർ എൻ ഇംപ്രൂവ്മെന്റ്. ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് കമ്മിറ്റ് ചെയ്ത് നോക്കൂ. ഞാൻ കുറേശ്ശെ ഇംപ്രൂവ് ചെയ്യും. വാട്ട് ഹാപ്പൻസ്? ദാറ്റ് ഇംപ്രൂവ്മെന്റ് വിൽ കം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങൾക്ക് അധികം വലിയ ബുദ്ധിയില്ല. നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ അധികം പഠിച്ചിട്ടില്ല, ഞാൻ അധികം സ്മാർട്ട് അല്ല എന്നൊക്കെ ആണെങ്കിൽ പോലും, യു ഡോണ്ട് നീഡ് ടു ബി ടാലന്റഡ്, യു ഡോണ്ട് നീഡ് ടു ബി സ്മാർട്ട്. ബട്ട് ഇഫ് യു ആർ കമ്മിറ്റഡ്, ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യാൻ, എഫേർട്ട് ഇടാൻ കമ്മിറ്റഡ് ആണെങ്കിൽ, എങ്ങനെ ചെയ്യും? അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് ചെയ്യാനുള്ള അറിവും കാര്യമൊന്നുമില്ല, പക്ഷേ യു ആർ റെഡി. ഐ ഡോണ്ട് നോ, എനിക്ക് അറിയില്ല, പക്ഷെ ഐ ആം കമ്മിറ്റഡ്. ഞാൻ കമ്മിറ്റ് ചെയ്തു. കമ്മിറ്റ് എന്താണ്? പ്രതിജ്ഞ എടുത്തു, ഞാൻ തീരുമാനിച്ചു. ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ ശ്രമിച്ച് പതിയെ അവിടെ എത്തിച്ചേരും എന്നൊരു തീരുമാനം എടുത്ത ഒരാള് എന്തായാലും some kind of improvement will be there. It's called compound effect. മനസ്സിലാവുന്നുണ്ടോ? ദ പവർ ഓഫ് കോമ്പൗണ്ടിങ്. അപ്പൊ ആ ഒരു കോമ്പൗണ്ട് എഫക്ട് ഉണ്ട്. നിങ്ങൾ കുറെ കാലം ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ അത് നിങ്ങളടുത്ത് കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുകയാണ്, എന്ത്? എല്ലാ ദിവസവും നിങ്ങൾ ഒരു 100 രൂപ സേവിങ്സിന് വേണ്ടി മാറ്റിവെക്കും, അല്ലെങ്കിൽ 500 രൂപ സേവിങ്സിന് വേണ്ടി വരും, അല്ലെങ്കിൽ 1000 രൂപ സേവിങ്സിന് വേണ്ടി എല്ലാ ദിവസവും നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച്. അങ്ങനെ നിങ്ങൾ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ദോ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും, എത്ര രൂപയാകും അത്? അല്ലെ, 100 രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസം നിങ്ങൾ എത്ര രൂപ സേവ് ചെയ്യും? 3000 രൂപ സേവ് ചെയ്യും. 30 ദിവസം കഴിയുമ്പോൾ, 30 days. അത് നിങ്ങളത്
10 മാസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദാറ്റ് ബിക്കംസ് ലൈക്ക് 30,000. 30,000 സേവ് ചെയ്യാൻ പറ്റിയോ? 100 രൂപയോ നിങ്ങൾ മാറ്റിവെച്ചു. ഒരു വർഷം കഴിയുമ്പോൾ അതെന്തായി? 36,000 ആയി. ഇനി അത് 500 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിലോ, വാട്ട് ഹാപ്പൻസ്? ഹൗ മച്ച് മണി ഇറ്റ് ക്യാൻ ബിക്കം? ദിസ് ഇസ് ദ പവർ ഓഫ് കമ്മിറ്റ്മെന്റ്. നമ്മൾ അത് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ എടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? എവറി ഡേ ഒരു കാര്യം ചെയ്യാൻ ഒരു തീരുമാനമെടുക്കുക. നിങ്ങൾ കമ്മിറ്റ് ചെയ്യാണ്, നിങ്ങൾ തീരുമാനമെടുക്കണം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും ഇനി മെഡിറ്റേഷൻ ചെയ്യും. എല്ലാ ദിവസവും. ഡു ഇറ്റ് എവറി ഡേ. കമ്മിറ്റ്മെന്റ് ഇസ് ലൈക്ക് യു ഡു ഇറ്റ് എവറി ഡേ. ഇറ്റ്സ് ലൈക്ക് സംതിങ് യു ഡു ഇറ്റ് എവറി ഡേ. നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. എന്ത് തന്നെ സംഭവിച്ചാലും അങ്ങനെ ഒരു 3-4 കമ്മിറ്റ്മെന്റ് നിങ്ങൾ എടുത്താൽ മതി. ചെറിയ സംഗതികൾ. മെഡിറ്റേഷൻ ചെയ്യും, അതൊരു ചെറിയ സംഗതിയാണ്. എല്ലാ ദിവസവും ഞാൻ അത് ചെയ്യുമെന്ന് തീരുമാനം എടുത്ത് നോക്കിയാൽ മെഡിറ്റേഷൻ ഞാൻ ചെയ്യും. അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ ഓരോ ദിവസവും ഇമ്പ്രൂവ് ആയി. മനസ്സിലാവുന്നുണ്ടോ? അല്ലെ? 365% ഇംപ്രൂവ്മെന്റ്സിലേക്ക് നിങ്ങളുടെ ബ്രെയിൻ എത്തും. എവറി ഡേ യു മെഡിറ്റേറ്റ്. എവറി ഡേ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ആക്കി തന്നിരിക്കുക മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി. സോ യു മെഡിറ്റേറ്റ് എവറി ഡേ. സോ മേക്ക് എ കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അധികം ആൾക്കാരും കമ്മിറ്റഡ് അല്ല എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ യു ടെൽ യുവർ സെൽഫ് ഐ ആം കമ്മിറ്റഡ് ടു മൈ ഫാമിലി. പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ ക്വിറ്റ് ചെയ്യാൻ തയ്യാറല്ല, ഞാൻ പിൻവാങ്ങാൻ തയ്യാറല്ല. എന്തോ ആയിക്കോട്ടെ, ഐ ആം കമ്മിറ്റഡ് വിത്ത് മൈ ഫാമിലി. ഞാൻ എൻ്റെ ഫാമിലി ഞാൻ കമ്മിറ്റഡ് ആണ്. I will take care of my family. I will take care of my family. I'll be with my family. I don't know what's going to happen, but I am committed to take care of it. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾക്ക് ഒരുപാട് കമ്മിറ്റഡ് ആയിട്ട് നിന്നാൽ തന്നെ എന്താ വെച്ചാൽ മനസ്സിലാവുന്നുണ്ടോ? പലതിനോടും നോ പറഞ്ഞ്, പല സംഗതികളോടും നോ പറഞ്ഞ്, പല നിസ്സാര കാര്യങ്ങളോടും നോ പറഞ്ഞ് കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ നിന്നാൽ തന്നെ എന്താ വെച്ചാൽ ഇറ്റ് വിൽ ബിക്കം ബെറ്റർ. ബിക്കോസ് കമ്മിറ്റ്മെന്റ് ഈസ് നത്തിങ് ബട്ട് it is you are providing your most important asset for that activity. ആ ആക്ടിവിറ്റിയിലേക്ക് വേണ്ടിയിട്ട്, ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനോടാണോ കമ്മിറ്റഡ് ആയിരിക്കുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവണം. അതെന്താണ്? വാട്ട് ഈസ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അസറ്റ്? പറയാൻ പറ്റുമോ? ചില ആൾക്കാർക്ക് അറിയാതെ, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അസറ്റ്? നിങ്ങളുടെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള അസറ്റ് എന്താ? അറിയാവുന്നവർ കമന്റ് ചെയ്തേ. വാട്ട് ഈസ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അസറ്റ്? ഞാനൊരു കാര്യം ചോദിക്കാം, ഒറ്റ കാര്യം. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന സംഗതി എന്താ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സംഗതി എന്താ? എല്ലാവരും പറഞ്ഞു ടൈം. യെസ് അല്ലേ? നമ്മുടെ ഏറ്റവും വലിയ പേടി എന്താ? മരിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ പേടി. മരണത്തെയാണ് നമ്മൾ ഏറ്റവും ഭയക്കുന്നത്. അതിന് കാരണം എന്താ? നമ്മുടെ ടൈം ഇവിടെ തീരുമോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭയം. നമ്മുടെ ടൈം തീർന്നു പോകും. അപ്പൊ ആ ടൈം ആണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന, ഈ ലോകത്ത് നമ്മൾ ഏറ്റവും, ഈ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ സമയം നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഇത്രയും വാല്യൂബിൾ ആയിട്ടുള്ള സാധനം നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കുന്ന ആൾക്ക് കൊടുക്കുക. ദാറ്റ് മീൻസ് ഇറ്റ്സ് കോൾഡ് ലവ്. കമ്മിറ്റ്മെന്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് ലവ്. യു ഹാവ് എ ലവ് ടുവേർഡ്സ് യുവർ വർക്ക്. അതെന്താണ്? സ്നേഹമാണ്. നിങ്ങളുടെ സമയം കൊടുക്കുന്ന, ദാറ്റ് മീൻസ് ഇഫ് യു ആർ ലവിങ് സംവൺ, യു വിൽ ബി പ്രൊവൈഡിങ് ലവ്. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ ബിലീവ് ഇൻ ഇറ്റ്. നിങ്ങളുടെ സമയം കൊടുക്കുക, നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുക, നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കുക, നിങ്ങളുടെ ചിന്ത അവിടേക്ക് കൊടുക്കുക, നിങ്ങളതിന് പ്രാധാന്യം കൽപ്പിക്കുക. യു ഗിവ് ഇമ്പോർട്ടൻസ്, യു ഗിവ് വാല്യൂ. ആൻഡ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഗിവിംഗ് വാല്യൂ. കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഗിവിംഗ് ഇമ്പോർട്ടൻസ്. കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഗിവിംഗ് ലവ്. സോ യു വിൽ ലവ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കും, നിങ്ങൾ നിങ്ങളുടെ ബഹുമാനി. കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ആളുടെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഹി വിൽ ബി ഹാവിങ് സെൽഫ് റെസ്പെക്ട്. കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആൾക്കാർക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടാവും.
സെൽഫ് ലവ് ഉണ്ടാവില്ല. അവരെല്ലാത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടേയിരിക്കും. പ്രയാസമുള്ള കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക, അതാണ് കമ്മിറ്റ്മെന്റ്. പ്രയാസമുള്ളതിനെ ഇഷ്ടപ്പെടുക. പ്രാക്ടീസ് ചെയ്യാൻ പ്രയാസമാണ്, മെഡിറ്റേഷൻ ചെയ്യാൻ പ്രയാസമാണ്, ഈ ലോകത്തെ എല്ലാം പ്രയാസമാണ്. മാരേജ് ഈസ് ഹാർഡ്, ബീയിങ് സിംഗിൾ ഈസ് ഹാർഡ്, ഗെറ്റിംഗ് ഡിവോഴ്സ്ഡ് ഈസ് ഹാർഡ്. Being married is hard, having kids is hard, not having kids is hard. Having a job is hard, not having a job is hard. Building a business is hard, struggling or running a small business is hard, building a big business is hard. The thing is which hard you will choose. Choose the right one. Choose wisely. എവിടെ എന്തും അല്ലേ, മെഡിറ്റേഷൻ ചെയ്യുന്നത് ഹാർഡാണ്, മെഡിറ്റേഷൻ ചെയ്യാതിരിക്കൽ ഹാർഡാണ്. അതെങ്ങനെ ഹാർഡാവുന്നത്? മെഡിറ്റേഷൻ ചെയ്യാതെ നിങ്ങൾ ഇങ്ങനെ പോയി നോക്കും, അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരുപാട് നെഗറ്റിവിറ്റിയും സ്ട്രെസ്സും സംഗതികളും നിങ്ങൾ ക്യാരി ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓൾസോ ഹാർഡ്. വെറുതെ ഇരിക്കൽ ഹാർഡാണ്. ഒരുപാട് കാലം വെറുതെ ഇരുന്ന് നോക്കിയാൽ നിങ്ങൾക്കത് ബോറടിച്ച് നിങ്ങൾ എന്തോ ആയി ബുദ്ധിമുട്ടാകും. വർക്ക് ചെയ്യുന്നത് ഹാർഡാണ്. ബട്ട് ചൂസ് വൈസ്ലി. അപ്പൊ കമ്മിറ്റ്മെന്റ് എന്താണ്? ഇറ്റ്സ് ആൾസോ അബൌട്ട് ചൂസിങ് ദ വൈസ് ഡിസിഷൻ. ശരിയായ തീരുമാനം എടുക്കലാണ്. എന്ത് വേണം എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? ലിവിങ് ഈസ് ഹാർഡ്, ഡൈയിങ് ഈസ് ഹാർഡ്. മരിക്കുന്നത് പ്രയാസമാണ്, ജീവിക്കുന്നതും പ്രയാസമാണ്. But which one you want? You choose wisely. വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം? സ്വീകരിക്കാം. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ഓപ്ഷൻ ഒന്നേ ഉള്ളൂ. We don't have any other option. We have to choose some hard. The thing is, commitment is like ഹാർഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും you just choose the right ones, better ones. നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ട് ലഭിക്കുന്ന, നിങ്ങൾക്ക് ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്ന, നിങ്ങൾ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലേ? Not exercising is hard. Eating too much is hard. Not exercising is hard and exercising is hard. നമ്മൾ വർക്കൗട്ട് ചെയ്യൽ ഹാർഡാണ്. വർക്കൗട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ലൈഫിൽ എന്താ വെച്ചാൽ അൺഹെൽത്തി ആയിട്ടുള്ള സംഗതിയിലേക്ക് പോകും. ദാറ്റ് ഇസ് ആൾസോ ഹാർഡ്. ഓക്കെ, സോ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ പരീക്ഷ ഹാർഡായി മാറും. പഠിക്കുന്നത് ഹാർഡാണ്. Which one you want? Choose. So commitment is like choosing the right heart. So make a choice which one you want and be committed and create a better life. അപ്പൊ നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്ട് വരും. നിങ്ങൾ ശരിയായ കാര്യങ്ങൾ ചൂസ് ചെയ്ത ഒരാളാണ്, ശരിയായ ഹാർഡ് ചൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്, അതിന് കറേജ് കാണിച്ച ഒരാളാണ്, അതിന് ക്ഷമ കാണിച്ച ഒരാളാണ്. ബിക്കോസ് കമ്മിറ്റ്മെന്റിന് ഒരുപാട് ആവശ്യമുള്ള കാര്യമാണെന്ന് വെച്ചാൽ ക്ഷമ വേണം. അല്ലേ? ലിവിങ് വിത്ത് വൺ പേഴ്സൺ ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം ഈസ് ഹാർഡ്. Divorcing that person is also hard. Getting separate from that person is also hard. Which one you want? Commitment will give you a quality life, a meaningful life. Commitment നമുക്ക് എന്ത് നൽകും? അർത്ഥവത്തായ ഒരു ജീവിതം, മീനിങ്ഫുൾ ആയ ഒരു ജീവിതം. മീനിങ്ഫുൾ ലൈഫ്. ലൈഫ് ഷുഡ് ബി മീനിങ്ഫുൾ. എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥമുള്ള, വ്യർത്ഥമായ ജീവിതമല്ലാത്ത, മീനിങ് ഇല്ലാത്ത, ഒരു അർത്ഥമില്ലാത്ത, ശൂന്യത നിറഞ്ഞിട്ടുള്ള, എംപ്റ്റിനെസ് നിറഞ്ഞിരിക്കുന്ന ഒരു സുഖമില്ലാത്ത, ഒരു രസമില്ലാത്ത ഒരു ജീവിതത്തെക്കാളും നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ മീനിങ്ഫുൾ ആയിട്ടുള്ള ജീവിതം. സോ മീനിങ്ഫുൾ ആയിട്ടുള്ള ജീവിതം ജീവിക്കാനുള്ള കമ്മിറ്റ്മെന്റ് എടുക്കുന്നത് ഹാർഡാണ്. മീനിങ്സ് ഇല്ലാത്ത വളരെ വ്യർത്ഥമായിട്ടുള്ള ജീവിതം നയിക്കുന്നത് ഹാർഡാണ്. Which one you want? So meaningful ആയിട്ടുള്ള ലൈഫ്. മീനിങ്ഫുൾ ആയിട്ടുള്ള ലൈഫ് എന്താണ്? ബീയിങ് കമ്മിറ്റഡ് ടു സംതിങ് ബ്യൂട്ടിഫുൾ, സംതിങ് ഗുഡ്,
ഒരു നല്ല കാര്യത്തിലേക്ക് നമ്മൾ തീരുമാനമെടുക്കലാണ്. സോ ടേക്ക് എ ഡിസിഷൻ ഫ്രം ടുഡേ ഓൺവേർഡ്സ്. നിങ്ങൾ എന്ത് ചെയ്യുക? തീരുമാനമെടുക്കുക. ഞാൻ എങ്ങനെ പെരുമാറും? ക്ഷമയോടുകൂടി പെരുമാറൽ ഹാർഡാണ്, ക്ഷമയില്ലാതെ പെരുമാറൽ ഹാർഡാണ്, അല്ലേ? ശരിയല്ലേ? ദേഷ്യപ്പെടുന്നത് നല്ല എളുപ്പമുള്ള കാര്യമാണ്, സുഖമുള്ള കാര്യമാണോ? ക്ഷമയില്ലാതെ ദേഷ്യത്തോടെ പെരുമാറുന്നു, ക്ഷമയോടുകൂടി പെരുമാറും, ഇത് രണ്ടാണെങ്കിലും ഹാർഡ്. വിച്ച് വൺ യു വാണ്ട് ടു ചൂസ്? ചൂസ് വൈസ്ലി. സോ ക്ഷമയോട് കൂടിയിട്ട് നമുക്ക് പെരുമാറാൻ നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പണിയെടുക്കണം. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം, ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. ഇറ്റ്സ് ഹാർഡ്, ബട്ട് ചൂസ് വൈസ്ലി. Choose the one which gives you most rewarding, most fulfilling, most, which will give you a happier life, a peaceful life, a meaningful life. So to create a meaningful life, നിങ്ങൾ കമ്മിറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ you will have a meaningful, അർത്ഥവത്തായ ഒരു ലൈഫ് ഉണ്ടാകും. ഒരു ശരിയായ ട്രാക്കിലേക്ക് നമ്മൾ ഇങ്ങനെ പതിയെ 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 വരും. ക്ലിയർ ആണോ? യെസ്. Give me, if you agree with me, just comment down. യെസ് എന്ന് കമന്റ് ചെയ്യുക. യെസ് എന്ന് കമന്റ് ഓൺ യെസ് ഇഫ് യു അഗ്രി. ഞാൻ ഈ പറഞ്ഞത്, ഇസ് ഇറ്റ് എ ബ്യൂട്ടിഫുൾ സെഷൻ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് ആണ്. ഇസ് ഇറ്റ് ഹെൽപ്പിംഗ് യു ടു ബി കമ്മിറ്റഡ്, ടു ടേക്ക് എ ഡിസിഷൻ, ടു മേക്ക് ലൈഫ് ബെറ്റർ? കൂടുതൽ ക്ഷമയോട് കൂടിയിട്ട് കൂടുതൽ നല്ല രീതിയിലേക്ക് പെരുമാറാൻ, കൂടുതൽ നല്ല രീതിയിലേക്ക്. യെസ്, ഇറ്റ് ഈസ്. ഓക്കെ. അപ്പൊ പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അല്ലേ? Thank you. Thank you, everyone. Thank you so much. Yes. ഇഷ്ടപ്പെട്ടാൽ കഷ്ടപ്പെടേണ്ട. യെസ്. നിങ്ങൾ കഷ്ടപ്പാട് നിറഞ്ഞ കാര്യങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ അത് കമ്മിറ്റ്മെന്റ് ആയി മാറും. അപ്പൊ കഷ്ടപ്പാട് നിറഞ്ഞ കാര്യങ്ങളെ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കും. അതായത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പാടുള്ള കാര്യങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുക. ദാറ്റ് മീൻസ് ചൂസിങ് ദ റൈറ്റ് വൺ. അപ്പൊ അത് നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് നല്ല രീതിയിലേക്കുള്ള റിസൾട്ടിലേക്ക് വരും. യെസ്. സോ ആ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യണം? എത്തണം. ലൈഫിൽ ഒരു കാര്യം മനസ്സിലാക്കുക. ഇഫ് യു വാണ്ട്, യു വിൽ ഗെറ്റ്. കമ്മിറ്റ്മെന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ യു വിൽ ഗെറ്റ് വളരെ ലോകത്തെ 5% താഴെയുള്ള ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കണം. കമ്മിറ്റ്മെന്റ് ഈസ് ദ ഓൺലി ഓപ്ഷൻ. കമ്മിറ്റഡ് ആവുക എന്നുള്ളത്. ബി കമ്മിറ്റഡ്. വട്ടെവർ. കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകും. ഡു യു വാണ്ട് എ ഫാൻസി ലൈഫ്? ഡു യു വാണ്ട് എ സ്റ്റൈലിഷ് ലൈഫ്? ഡു യു വാണ്ട് എ ലൈഫ് വിച്ച് ഇസ് ലാർജർ? then you have to be ready to commit. അതിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കണം. നിങ്ങൾക്ക് വേണം ഒരു ബിസിനസ്, നിങ്ങളുടെ ബിസിനസ് വളർത്തിയെടുക്കണോ, വലുതാക്കണം, നിങ്ങളുടെ പ്രൊജക്ടുകൾ വിജയിക്കണം. യു ഹാവ് ടു ബി കമ്മിറ്റഡ്. ബി കമ്മിറ്റഡ്. ആ ബിസിനസ്സിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കും. വാട്ട് ഈസ് കമ്മിറ്റ്മെന്റ്? ഇറ്റ്സ് കോൾഡ് കെയറിംഗ്. ഇറ്റ്സ് അബൌട്ട് കെയറിംഗ്. ആർ യു എ കമ്മിറ്റഡ് പാരന്റ്? നിങ്ങളൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള പാരന്റ്. നല്ല മക്കളെ വളർത്തണം. നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടായപ്പെട്ടു. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ്. മനുഷ്യന് കമ്മിറ്റ്മെന്റ് ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ നശിച്ചു പോകും. കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരാളെന്ന് വെച്ചാൽ മക്കളോട് കമ്മിറ്റ്മെന്റ് ഇല്ല, ഭാര്യയോട് കമ്മിറ്റ്മെന്റ് ഇല്ല, ജീവിത പങ്കാളിയോട് കമ്മിറ്റ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഫാമിലി ലൈഫ് കമ്മിറ്റ്മെന്റ് ഇല്ലെന്ന് വെച്ചാൽ ഹി വിൽ ലൂസ് ഹിംസെൽഫ്. അയാൾ നശിച്ചു പോയി. അയാളുടെ ലൈഫ് എന്താ വെച്ചാൽ എന്തോ ആയിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ? യു വിൽ ബി ലോസ്റ്റ്. കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു മീനിങ് ഇല്ലാത്ത, സന്തോഷമില്ലാത്ത. അപ്പൊ സന്തോഷം വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വെൻ യു ആർ കമ്മിറ്റഡ്. സോ കമ്മിറ്റ്മെന്റ് വേറെ ഒരു കാര്യം കൂടി എന്താണ്? കമ്മിറ്റ്മെന്റ് ഇസ് ആൾസോ ഫിനിഷിംഗ് ദ ടാസ്ക്. കമ്മിറ്റ്മെന്റ് എന്താണ്? ഫിനിഷിംഗ് ദ ടാസ്ക്. പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റാറില്ല, പക്ഷെ അവസാനിപ്പിക്കാൻ പറ്റാറില്ല, അല്ലേ? അപ്പൊ നമ്മൾ അവസാനിപ്പിക്കാതെ തുറന്നു വെച്ച എത്ര കാര്യങ്ങളുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് എക്സസൈസ് ചെയ്യാൻ പോയി, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നിർത്തി. സോ ഇറ്റ്സ് എ ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് നൽകും? നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഒരു സെൽഫ് ഇമേജ് നൽകും. ഞാൻ ഫിനിഷ് ചെയ്യാത്ത വ്യക്തിയാണ്, ഞാൻ പൂർത്തിയാക്കാത്ത വ്യക്തിയാണ് എന്നുള്ളൊരു ഇമേജ് നൽകും. ആ ഇമേജ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇടയ്ക്കൊക്കെ നിന്ന് പോയിട്ടുണ്ട്, എന്നാലും ഞാൻ കമ്മിറ്റഡ് ആണ്. ഐ വിൽ ഗോ ബാക്ക് അഗെയിൻ. മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട്, ഐ വിൽ ഗോ ബാക്ക് അഗെയിൻ.
സോ ഇറ്റ്സ് ഓൾസോ അബൌട്ട് കെയറിങ്. നിങ്ങളുടെ ഒരു കെയറിങ് പേഴ്സൺ ആയിട്ട് നിങ്ങളെ മാറ്റും, ക്ഷമയുള്ള വ്യക്തിയായിട്ട് നിങ്ങളെ മാറ്റും, സെൽഫ് ഡിസിപ്ലിൻ ഉള്ള വ്യക്തിയായിട്ട് മാറ്റും, കൺസിസ്റ്റൻസി ഉള്ള ഒരാളായിട്ട് മാറ്റും. നിങ്ങൾ കൂടുതൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറും. നിങ്ങൾക്ക് നിങ്ങളോട് ഒരു സെൽഫ് ലവ് ഫീൽ ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് നിങ്ങളോട് ഒരു ഇഷ്ടം ഫീൽ ചെയ്യുന്നില്ലേ? സ്റ്റാർട്ട് പ്രാക്ടീസിങ് കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് ഇസ് ആൾസോ ഫിനിഷിംഗ് ദ ടാസ്ക്. എന്താണ് ഫിനിഷിംഗ് ദ ടാസ്ക്? ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അത് ഫിനിഷ് ചെയ്യാം. അത് ഹൗ ഡു യു സ്റ്റാർട്ട് കമ്മിറ്റ്മെന്റ്? കമ്മിറ്റ്മെന്റ് തീരുമാനമെടുക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബെഡ് മടക്കി വെക്കും, അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. ഞാൻ പുറത്തു പോകുമ്പോൾ ഡ്രസ്സ് ഞാൻ അയൺ ചെയ്തിട്ടേ പോകൂ, കമ്മിറ്റ്മെന്റ് ആണ്. പെർഫെക്ഷനിസത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ, പെർഫെക്ഷനിസത്തെ കുറിച്ചല്ല. യു ഡു ഇറ്റ്, യു ഡോണ്ട് നീഡ് ടു ഡു ഇറ്റ് പെർഫെക്റ്റ്ലി, ബട്ട് യു ഡു ഇറ്റ് സംഹൗ. യു ജസ്റ്റ് ഡു ഇറ്റ് ലൈക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. യു ഷോ സം കെയറിങ്, യു ഷോ സം സിൻസിയറിറ്റി, യു ഷോ സം ലവ് ടുവാർഡ്സ് ഇറ്റ്. നിങ്ങൾ അത് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ആ ഒരു എന്താ പറയുക, ഫേക്ക് ആയിട്ട് കാണിക്കലല്ല, അതിനോട് ആത്മാർത്ഥമായിട്ട് കാണിക്കല. ദാറ്റ്സ് കോൾഡ് കമ്മിറ്റ്മെന്റ്, വട്ട് എവർ ദ ടാസ്ക് യു ടേക്ക്. മനസ്സിലാവുന്നു? ഭക്ഷണം കഴിച്ചിട്ട് എന്താ വെച്ചാൽ ആ പ്ലേറ്റ് കഴുകി വെക്കൽ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. യു ക്യാൻ ഡു ദാറ്റ്. ഫിനിഷിംഗ് ദ ടാസ്ക്. മേ ബി ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ ചെറിയ ടാസ്കുകൾ, വട്ട് എവർ ഇറ്റ് ഇസ്, ഐ ഡോണ്ട് നോ വട്ട് യു ഡു, വട്ട് എവർ ദ ലൈഫ് യു വാണ്ട് ടു ക്രിയേറ്റ്, യു വാണ്ട് ടു ബിൽഡ്, വാട്ട് ആർ ദ ഹാബിറ്റ്സ്. നല്ല ഹാബിറ്റ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് കമ്മിറ്റ്മെന്റിന്റെ മറ്റൊരു ബെനിഫിറ്റ്. പവർ ഓഫ് കമ്മിറ്റ്മെന്റ് എന്താണ്? നല്ല ഹാബിറ്റ്സുകളിലേക്ക് നിങ്ങൾ എത്തും. നല്ല ശീലങ്ങളുള്ള, നല്ല സ്വഭാവമുള്ള, നല്ലൊരു റൊട്ടീനുള്ള, നല്ലൊരു ടൈം ടേബിൾ ഉള്ള വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് എഫക്റ്റീവ് ആകും when you will be having commitment. ക്ലിയർ ആണോ? യെസ്. സോ ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട്. ആ ബെനിഫിറ്റ്സുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എത്തണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇസ് ദർ എനി ക്വസ്റ്റ്യൻസ് യു വാണ്ട് ടു ആസ്ക് ഓർ ഷെയർ? വി കൻ ഹാവ് എ കോൺവെർസേഷൻ. ഇതിൽ ഇന്ന് പഠിച്ച ഏതെങ്കിലും പോയിന്റ്, കുറേ പോയിന്റുകൾ ഞാൻ പറഞ്ഞു, ഇതിൽ ഏതെങ്കിലും പോയിന്റ് മനസ്സിലേക്ക് കയറിയോ? ഏത് പോയിന്റ് മനസ്സിലേക്ക് കയറിയത്? ഉള്ളിലേക്ക് കയറിയത് എന്താണ്? അപ്പൊ നിങ്ങൾ എന്തിനാണ് ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുക? ഇന്നൊരു കമ്മിറ്റ്മെന്റ് എടുക്കാം. എന്ത് കമ്മിറ്റ്മെന്റ് എടുക്കുക? നിങ്ങൾ പ്രതിജ്ഞ എടുക്കുക, ഇന്ന് മുതൽ ഞാൻ പുതിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിർത്തി വെച്ചിട്ടുള്ള, പകുതിക്ക് വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഗോ ബാക്ക് ആൻഡ് ബി കമ്മിറ്റ്. അതിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കാം. ഓക്കെ, ഫഹദ് പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? കമ്മിറ്റ്മെന്റ് നിലനിർത്താൻ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പൊ കമ്മിറ്റ്മെന്റ് നിലനിർത്താൻ ഒന്നുമില്ല, കമ്മിറ്റ്മെന്റ് തന്നെ. നമ്മളിങ്ങനെ പറയാം, നമ്മളോട് ഇറ്റ്സ് ഓക്കെ, ഞാനത് ചെയ്യും, പ്രയാസമാണെങ്കിലും ഞാനത് ചെയ്യും, ഞാനത് ചെയ്യും, ഞാനത് ചെയ്യും, ഇറ്റ്സ് ഓക്കെ. ചെറിയ എമൗണ്ടിലാണെങ്കിലും ഞാനത് ചെയ്യും. പല ദിവസം ചിലപ്പോൾ ഇടയ്ക്ക് നിന്നാലും ഞാൻ വീണ്ടും അത് ചെയ്യും. ദാറ്റ്സ് കോൾഡ് കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് ഈസ് നോട്ട് അബൌട്ട് ലൈക്ക് ഡൂയിങ് ഇറ്റ് പെർഫെക്റ്റ്ലി. കമ്മിറ്റ്മെന്റ് ഈസ് എന്താ പറയുക, എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടി നിർബന്ധം പിടിക്കലല്ല, നിങ്ങളെ സ്ട്രെസ് ആക്കലല്ല. കമ്മിറ്റ്മെന്റ് ഈസ് ലൈക്ക് ഇറ്റ്സ് ഓക്കെ, കീപ് ഓൺ ഗോയിങ്. ഓക്കെ, കമ്മിറ്റ്മെന്റ് ഈസ് ഹാർഡ് ബട്ട് ചൂസ് വൈസ്ലി. അതാണ് ഇന്ന് മനസ്സിലായത്. കമ്മിറ്റ്മെന്റ് ഹാർഡാണ്, ബട്ട് ചൂസിങ് വൈസ്ലി. ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ് മുബീന. ജിം ആൻഡ് എക്സസൈസ് റീസ്റ്റാർട്ട് ചെയ്യണം, ഷിഫിൽ പറഞ്ഞു. ഓക്കെ, ദാറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ തീരുമാനം എടുക്കുക, കൂടുതൽ ചിന്തിക്കാൻ നിൽക്കരുത്. സെക്കൻഡ് തോട്ട് കൂടെ ഞാൻ അത് എങ്ങനെ ചെയ്യും? നോ, ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ആൻഡ് ഡു ഇറ്റ്. ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ആൻഡ് ഡു ഇറ്റ്. ഡെയിലി മെഡിറ്റേഷൻ ചെയ്യണം. അപ്പൊ എന്തെങ്കിലും നിർത്തണം എന്നുള്ളത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്, അല്ലേ? അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് എടുക്കും. എനിക്കത് സ്റ്റോപ്പ് ചെയ്യണം. ദാറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. ഐ വോണ്ട് ഡു ദാറ്റ് അഗൈൻ. ഒരു കമ്മിറ്റ്മെന്റ് എടുക്കും. ഐ വോണ്ട് ഡു ദാറ്റ് അഗൈൻ. എന്റെ ബിസിനസ്സിൽ വിജയിക്കുന്നവരെ ഞാൻ ജോലി ചെയ്യും. ഷീബ, ദാറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ടേക്കിംഗ് കമ്മിറ്റ്മെന്റ്, നോട്ട് ടേക്കിംഗ് കമ്മിറ്റ്മെന്റ്, ബോത്ത് ആർ ഹാർഡ്. യെസ്, ഇറ്റ് ഇൻഡ്യൂസ് ടേക്കിംഗ് കമ്മിറ്റ്മെന്റ്. യെസ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. രണ്ടാണെന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെന്റ് എടുക്കാതിരിക്കലും കമ്മിറ്റ്മെന്റ് എടുക്കലും ഹാർഡാണ്. ബട്ട് ചൂസ് ദ റൈറ്റ് വൺ. ഡെയിലി മെഡിറ്റേഷൻ ചെയ്യണം, ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. അപ്പൊ ഇന്ന് നിങ്ങൾ എന്ത് വെച്ചാൽ തീരുമാനം എടുക്കുകയാണ്. നെയിം ചേഞ്ചിങ് പ്രോസസ്. ഐ വാണ്ട് ടു ചേഞ്ച് മൈ നെയിം, ദിസ് ഐ വിൽ ഡു. ഓക്കെ, സാക്കി പറയുന്നു. ഓക്കെ, അപ്പൊ എന്റെ നെയിം ചേഞ്ച് ചെയ്യണം, ദാറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. ഓക്കെ, ജസ്റ്റ് ഡു ദാറ്റ് കമ്മിറ്റ്മെന്റ് ഫോർ യു. ഡു വട്ട് എവർ ലൈക്ക് സംതിങ് ഗുഡ് ഫോർ യു, സംതിങ് മീനിങ്ഫുൾ. ഓക്കെ, ഞാൻ ദേഷ്യം പിടിക്കില്ല, ദാറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. അപ്പൊ ഇനി ദേഷ്യം പിടിച്ചാലോ, എപ്പോഴെങ്കിലൊക്കെ ദേഷ്യം വന്നു, ദാറ്റ്സ് ഓക്കെ. എന്നാലും ഞാൻ ഇനിയും ട്രൈ ചെയ്ത് ഇംപ്രൂവ് ചെയ്യും. അങ്ങനെ കമ്മിറ്റ്മെന്റിലേക്ക് വരും. ഓക്കെ, ഇംപ്രൂവ് ആയി നെവർ ഗിവ് അപ്പ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡാണ് കമ്മിറ്റ്മെന്റ്.
No matter what happens, you never give up. Daily exercise അരമണിക്കൂർ. Yes, commitment. Mini Deepika. Very good. Fantastic. Okay. No anger any situation. ഇക്ബാൽ. Okay. എന്ത് വന്നാലും ഞാൻ ദേഷ്യം പിടിക്കില്ല എന്നുള്ളൊരു സംഗതി. കമ്മിറ്റ്മെന്റ്. ഇനി ദേഷ്യം പിടിച്ചു പോയാലോ ദാറ്റ്സ് ഓക്കെ. എന്നാലും ഞാൻ വീണ്ടും ഇമ്പ്രൂവ് ചെയ്ത് അതിനെ ആ ദേഷ്യം പിടിക്കുന്നത് കുറച്ച് ഇല്ലാണ്ടാക്കി 0 ആയിട്ട് ഞാൻ അതിൽ പൂർണ്ണമായിട്ടും രക്ഷപ്പെടും. അതിൽ നിന്ന് പുറത്ത് കിടക്കും. ദാറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. സേവിങ് മണി എവറി ഡേ. ഓക്കെ, വെരി ഗുഡ്. ദാറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. ഇന്ന് യോഗയ്ക്ക് പോകാൻ തീരുമാനിച്ചു, പോയി. കമ്മിറ്റ്മെന്റ്. ക്ലാസ് കൂടി കഴിയുന്നതും അറ്റൻഡ് ചെയ്യണം. ദാറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. ടാസ്ക്. ഒരു തീരുമാനമെടുത്താൽ അതിനെ വിജയത്തിലെത്തിക്കുന്നത് വരെ കൊണ്ടുപോവുക എന്നുള്ള ആ തീരുമാനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അൺമ്യൂട്ട് ചെയ്തിട്ട് ഇനി പറയാം. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനം, ഇതിനെക്കുറിച്ച് പറയാം. എന്ത് തീരുമാനമാണ് നിങ്ങൾ ഇന്ന് എടുക്കാം? ഇന്നത്തെ ഈ ഒരു ഇന്ന് എന്താ നിങ്ങളെ ഇൻസ്പയർ ചെയ്തത്? ഏത് വേർഡാണ്, ഏത് സെന്റൻസ് ആണ് നിങ്ങളെ ഇൻസ്പയർ ചെയ്തത്? നിങ്ങൾ എന്ത് തീരുമാനം? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഹാബിറ്റിൽ ചേഞ്ച് ചെയ്യാനാ വിചാരിച്ചത്. കാരണം എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും യോഗയ്ക്ക് പോവുകയും ബാക്കിയുള്ള കാര്യങ്ങൾ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ക്ലാസ് തുടങ്ങിയ സമയത്തൊക്കെ. പിന്നെ ഇന്നലെ വരെ യോഗ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് കയറിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു യോഗ അറ്റൻഡ് ചെയ്യാം, വരുന്ന വഴി കൂടെ ക്ലാസ് കൂടി കേൾക്കാം. അപ്പൊ മെഡിറ്റേഷൻ ഞാൻ ഇവിടുന്ന് ചെയ്തിട്ട് പോയി. അപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റിയപ്പോ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട്. ഒത്തിരി എന്നോട് തന്നെ ഒരു സെൽഫ് ലവ് തോന്നുകയാണ്. ക്ലാസ് കൂടി ഒന്ന് കാണാൻ പറ്റി. അതില് ഞാൻ വരുന്ന വഴിക്ക് കണ്ടുകൊണ്ടാണ് പോന്നിരുന്നത്. പക്ഷെ പെട്ടെന്ന് മഴ പെയ്തപ്പോ ഞാൻ വീഡിയോ ഓഫ് ആക്കിയതാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് രാവിലത്തെ ഇവിടുത്തെ എന്റെ ഭർത്താവിന്റെ ഇവിടുത്തെ കാര്യങ്ങളോ ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ അന്ന് ഇവിടെ യുദ്ധമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ ഭർത്താവിന്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യും. ഇന്ന് രാവിലത്തേക്കുള്ള ഭക്ഷണത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അതിരാവിലെ എണീറ്റ് ഒരുക്കി വെക്കുകയും ചെയ്തിട്ടാണ് ഞാൻ പോയത്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. അതൊക്കെ ചെയ്യാൻ പറ്റിയത് ഇപ്പൊ ഞാൻ വിചാരിച്ചപ്പോഴാണ് കമ്മിറ്റഡ്. അത് ആ ക്ലാസ്സാ വന്നത്, ഇതിലേക്ക് ഇപ്പൊ വന്നത്. നിങ്ങൾ ഓരോ ദിവസവും ആഗ്രഹിക്കുന്ന ക്ലാസ്സുകളാണ് ലഭിക്കുന്നത് പലർക്കും. ഇന്നലെ ഒരാള് എന്ന് വെച്ചാൽ ഫൊർഗിവ്നെസ് ആവശ്യമുള്ള ഒരാളുണ്ടായിരുന്നു. അങ്ങനെ ഫൊർഗിവ്നെസിന്റെ ക്ലാസ് കറക്റ്റ് ആയിട്ട് അവർക്ക് കിട്ടും. കുറെ ആൾക്കാർക്ക് അത് ആവശ്യമായിരുന്നു. അപ്പം അത് കിട്ടി. ഇന്ന് പറഞ്ഞ പോലെ, ബിന്ദു മാം പറഞ്ഞ പോലെ, ആഗ്രഹിച്ച പോലെ കമ്മിറ്റ്മെന്റ്, ബിക്കോസ് യു വാണ്ടഡ് ടു ടേക്ക് എ ന്യൂ ഡിസിഷൻ. അപ്പം ബിന്ദു മാം ഒരു കാര്യം ചെയ്യാം, എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഇനി വീട്ടിലുള്ള കാര്യങ്ങൾ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തി പരമാവധി പ്രിപ്പയർ ചെയ്ത്, ദാറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. യു ഡു ഇറ്റ് എവറി ഡേ ഇൻ ദ ഈവനിങ്, ദെൻ യുവർ മോർണിംഗ് വിൽ ബി മോർ ടൈം. പല ആൾക്കാരും പറയാറുണ്ട് മോർണിംഗിൽ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല, കുട്ടികളുടെ അത് ഇത് സംഗതികൾ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈവനിങ്ങിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഹാവിങ് സം കൈൻഡ് ഓഫ് ടൈം ഫോർ അറ്റ്ലീസ്റ്റ് മെഡിറ്റേഷൻ ഓർ ലൈക്ക് ഹീലിംഗ് ഓർ ലൈക്ക് മോർണിംഗ് ക്ലാസ്സസ്. എന്തിനെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സമയം കിട്ടും. ദാറ്റ്സ് ദ വേ. സോ താങ്ക് യു സോ മച്ച്. യെസ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. തീരുമാനം എടുക്കുക അതിനെ വെച്ച്. അപ്പോൾ വേറെന്താണ് ഷെയർ ചെയ്യാനുള്ളത്? ഇന്നത്തെ സെഷനിൽ നിന്ന് നിങ്ങൾ ഏറ്റവും പഠിച്ചിട്ടുള്ള, നിങ്ങളുടെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള, പ്രവേശിച്ചിട്ടുള്ള ഒരു പോയിന്റ് എന്താണ്? അതേപോലെ എന്ത് തീരുമാനമാണ് ഇന്ന് നിങ്ങൾ എടുത്തത്? എന്ത് തീരുമാനം എടുക്കും? എന്തെങ്കിലും നിർത്തിവെച്ചതുണ്ടാവും, നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഓക്കെ, 3-4 കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, ഒന്ന്, സ്റ്റാർട്ട്. എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ കമ്മിറ്റഡ് ആവുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, പുതിയ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മിറ്റഡ് ആവും. എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. എന്താണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ? എന്താണ് നിങ്ങളുടെ ലൈഫിൽ പുതുതായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. മേക്ക് എ ലിസ്റ്റ് ഓഫ് സംതിങ് ഐ ഷുഡ് സ്റ്റാർട്ട് ന്യൂ. എന്തെങ്കിലും ഉണ്ടാവും. ബുക്ക് വായനാശീലം തുടങ്ങുന്നതാവാം. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങളിപ്പം ചെയ്യാത്ത എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം, ജിമ്മിൽ പോകുന്നതായിരിക്കാം, വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കാം, എക്സസൈസ് ചെയ്യുന്നതായിരിക്കാം, അതല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതായിരിക്കാം. സ്റ്റാർട്ട് സംതിങ്. നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു 3-4 കാര്യങ്ങൾ എഴുതി വയ്ക്കാം. ഓക്കെ, സ്റ്റാർട്ട്. നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തെന്താണ്? സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. നിർത്തേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. അതൊരു കമ്മിറ്റ്മെന്റ്. ചിലവർക്ക് എന്താ വെച്ചാൽ പുകവലി ഉണ്ടാവും, അപ്പൊ അത് നിർത്താം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ മദ്യപാനം ഉണ്ടാവും, അത് നിർത്താം. അതല്ലെങ്കിൽ എന്തെങ്കിലും ദുശ്ശീലങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങൾക്ക് വേദന നൽകുന്ന എന്ത് ദുശ്ശീലങ്ങളും, നിങ്ങളെ അപകടത്തിലേക്ക് നയിക്കുന്ന ദുശ്ശീലങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് നിർത്താം. സോ സ്റ്റാർട്ട്. അർച്ചന പറയുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. മൊബൈൽ യൂസിങ് ടൈം കറക്റ്റ് ഷെഡ്യൂൾ ചെയ്യും. ഓക്കെ,
ആക്ച്വലി ഹാവ്. അപ്പോൾ അത് ഓവറായിട്ട് മൊബൈൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം. സോ വാട്ട് യു ക്യാൻ സ്റ്റോപ്പ്, വാട്ട് യു ക്യാൻ സ്റ്റാർട്ട് ആൻഡ് വാട്ട് യു ക്യാൻ സ്റ്റോപ്പ്. രണ്ടാമത്തെ ലിസ്റ്റ് അതാണ്. എന്തൊക്കെ ഞാൻ നിർത്തണം, ദേഷ്യപ്പെടുന്നത് നിർത്തണം. ഓക്കെ, വേറെന്താണ് നിർത്തണം എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവുന്ന കാര്യം, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിർത്തുന്നതിലേക്ക് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം. അൺഹെൽത്തി ഹാബിറ്റ്സ് എന്താ ഉള്ളത്, ഓവർ ഈറ്റിംഗ് ഉണ്ട്, ഓക്കെ, അത് നിർത്തണം. സോ യു ടേക്ക് എ കമ്മിറ്റ്മെന്റ് ഡിസിഷൻ ഫ്രം ടുഡേ. നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ നിങ്ങൾ നിർത്തേണ്ട കാര്യങ്ങൾ. മനസ്സിലായല്ലോ? അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ്മെന്റ്. ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പൊ എന്തെങ്കിലും സ്കില്ലുണ്ടാവും, ആ സ്കില്ല് ഞാൻ ഇംപ്രൂവ് ചെയ്യണം. ഏത് ഏരിയയിലാണ് നിങ്ങൾ സ്കില്ല് ഇംപ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അറിവ് ഇംപ്രൂവ് ചെയ്യേണ്ടത്? നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ കുറച്ചുകൂടെ ബെറ്റർ ആവേണ്ടത്. ഇപ്പൊ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും, അത് ഇംപ്രൂവ് ചെയ്യേണ്ടത് ഏത് ഏരിയയിലാണ്. സോ ടേക്ക് എ കമ്മിറ്റ്മെന്റ്. ഐ വിൽ ഇംപ്രൂവ് ദിസ്. ദാറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. മനസ്സിലായോ? ഇംപ്രൂവ് ചെയ്യേണ്ടത് അത് ചിലപ്പോൾ നിങ്ങളുടെ സെയിൽസ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കാം, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കാം, നെറ്റ്വർക്കിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കാം. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ക്യാൻ ഇംപ്രൂവ്? നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ബിസിനസ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കാം. വാട്ട് യു ക്യാൻ ഇംപ്രൂവ്? നിങ്ങളുടെ ക്ഷമ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഓൾറെഡി ക്ഷമയുണ്ട്, കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കിച്ചണിൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ജോലി അതിലൊക്കെ നിങ്ങൾക്ക് എന്തെല്ലാം ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാം. നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കാം. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ആർ ഡൂയിങ്, യു ക്യാൻ ഇംപ്രൂവ് ഇറ്റ്. അടുത്തതെന്ന് പറയുന്നത് ഇംപ്രൂവ് ഒന്നും ചെയ്യേണ്ട, യു ഷുഡ് കീപ് ഡൂയിങ് ഇറ്റ്. അതാണ് നാലാമത്തെ ലിസ്റ്റ്. തുടർന്നു കൊണ്ടേയിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും, ഇത് ഞാൻ തുടരണോ, നിർത്തണോ, എന്തിനാ ഞാൻ തുടരുന്നത്? അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന, ബെനിഫിറ്റ്സ് കിട്ടുന്ന ചെറിയ റിസൾട്ട് ആണെങ്കിലും നിങ്ങൾ അപ്പൊ തുടരേണ്ട കാര്യങ്ങൾ. സോ അതൊരു കമ്മിറ്റ്മെന്റ്. ഞാൻ ഇത് തുടരാൻ പോവുകയാണ്. ഓൾറെഡി ഇപ്പൊ ഇങ്ങനെ ഇത്രയും ദിവസം ചെയ്തതാണ്, അപ്പൊ ഞാൻ ഇത് തുടരുകയാണ്. ഐ വിൽ കണ്ടിന്യൂ ഡൂയിങ്. ഇത്രയും കാലം ചെയ്തത് ഞാൻ ഇനി കണ്ടിന്യൂ ചെയ്യും. ഇടയ്ക്കൊക്കെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും. കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്. നിർത്തണം എന്ന് തോന്നിയ കാര്യം. സോ ടേക്ക് എ കമ്മിറ്റ്മെന്റ്. ഐ വിൽ കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്. ഐ വിൽ കീപ്പ് ഓൺ providing for my family. I will keep on working in this job. I will keep on running my business. I will keep on doing exercise. So these are the 4 കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിനെ നയിക്കുന്നത്, നമ്മുടെ ലൈഫിനെ ബെറ്റർ ആക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യേണ്ട പുതിയ ശീലങ്ങൾ, സ്റ്റോപ്പ് ചെയ്യേണ്ട മോശം ശീലങ്ങൾ, ഇംപ്രൂവ് ചെയ്യേണ്ട നല്ല ശീലങ്ങൾ, തുടർന്ന് കൊണ്ടുപോകേണ്ട നല്ല ശീലങ്ങൾ. ക്ലിയർ ആണോ? സോ ഓക്കെ, ബിന്ദു പറയുന്നു ഡെയിലി ടു ഡു ലിസ്റ്റ് എഴുതണം, ആക്ഷൻസ് എടുക്കണം. വെരി ഗുഡ്. സോ ഓവറോൾ ഇംപ്രൂവ്മെന്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, എൻ്റെ ഷുഗർ എനിക്ക് മാറി കിട്ടണം, റംല മാം പറയും. ഓക്കെ, സോ അതിനൊരു ഡിസിഷൻ എടുക്കുക. എന്താണ് അതിന് ചെയ്യാൻ പറ്റുക? പ്രോഗ്രാം ചെയ്യണം, ഹീലിംഗ് ചെയ്യണം, നമ്മൾ ട്രോമാസ് ഹീൽ ചെയ്യണം, ഒരു തീരുമാനം എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ കോഴ്സ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ കോഴ്സ് ഇന്നലെ ആരംഭിച്ചു, ഫസ്റ്റ് ഡേ കഴിഞ്ഞു. നെക്സ്റ്റ് ബാച്ചിലേക്കുള്ളവർ എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യുക. കാലിക്കറ്റ് പ്രോഗ്രാം വരുന്നുണ്ട്, ഉടൻ തന്നെ അനൗൺസ് ചെയ്യുന്നതാണ്. സ്റ്റാർട്ട് രജിസ്റ്ററിങ് ഫോർ ദ കാലിക്കറ്റ് പ്രോഗ്രാം. കാലിക്കറ്റ് പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യുക. നമ്മളവിടെ വരും, നല്ലൊരു 1 day പ്രോഗ്രാം ചെയ്യും. അവിടെ ഹീലിങ്ങും കാര്യങ്ങളും സംഗതികളും മീറ്റിംഗ് ഗ്രീറ്റിംഗ് എല്ലാവരും പരസ്പരം മീറ്റ് ചെയ്യുന്ന കാണുന്ന ഒരു അവസരം ഉണ്ടാകും. അപ്പൊ എല്ലാവരും വരണം. കാലിക്കറ്റ് പ്രോഗ്രാം അധികം വൈകാതെ അനൗൺസ് ചെയ്യുന്നതാണ് കേട്ടോ. അതിന്റെ ലൊക്കേഷൻ അനൗൺസ് ചെയ്യുന്നതാണ്. വൺസ് ഇറ്റ് ഈസ് ഫൈനലൈസ് ദ ലൊക്കേഷൻ ആൻഡ് ദ ഡേറ്റ് വി വിൽ അനൗൺസ് ഇറ്റ്. സോ ഈ വരുന്ന 1-ാം തീയതിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈ സൺഡേ അല്ല, നെക്സ്റ്റ് സൺഡേയിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ക്യാൻ വി ഡു ദാറ്റ്? നമുക്കത് ചെയ്യാൻ പറ്റുമോ? യെസ്. ഇഫ് യു ആർ റെഡി, സ്റ്റാർട്ട് രജിസ്ട്രിങ്. ഓക്കെ, ഈ വരുന്ന 1-ാം തീയതിയിലേക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സോ കം ടു ദ പ്രോഗ്രാം, ചേഞ്ച് യുവർ ലൈഫ്. അപ്പോ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, ചേഞ്ചസ് ഉണ്ടാവട്ടെ. പിന്നെ ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഷെയർ ചെയ്യുക, മിറക്കിൾസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ എന്ത് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുള്ള അതുകൂടെ ഷെയർ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ സെഷൻ. എന്താണ് പറയാനുള്ളത്? ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. എന്ത് ഗ്രാറ്റിറ്റ്യൂഡാ പറയാനുള്ളത്? എന്തെങ്കിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എന്ത് ചെയ്യണം പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് പറയാം. ഷെയർ എ മെസ്സേജ്. ഞാൻ മാത്രം ക്ലാസ് എടുത്താൽ പോരാ, നിങ്ങളുടെ അടുത്തും അറിവൊക്കെ ഉണ്ട്, അതിങ്ങനെ പോരട്ടെ. ഷെയർ സം വിസ്ഡം. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. നിങ്ങൾ
ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുള്ള ഒരു എന്തെങ്കിലും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്ന് നമ്മുടെ മോർണിംഗ് സെഷനിൽ വന്നിട്ട് നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുള്ള ആ അറിവ് അപ്ലൈ ചെയ്ത രീതിയെ കുറിച്ച് പറയാം. എന്തെങ്കിലും ഒന്ന് പറയാം. ഹു ഇസ് റെഡി? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഞാൻ മിനിയാണ് കാലിക്കറ്റ്. ആ പറഞ്ഞോളൂ. ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം വളരെ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് ഡിസിഷൻസ് എടുക്കുന്നതിലും. പിന്നെ ഇന്നത്തെ ഒരു പോയിന്റ് എനിക്ക് കിട്ടിയത് ഫിനിഷിംഗ് ടാസ്ക് കമ്മിറ്റ്മെന്റിൽ ആ ഒരു ആശയം നന്നായിട്ട് ഇഷ്ടമായി. അതിന് ആ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാല് ഞാന് ഇപ്പം മെഡിറ്റേഷൻ ഒന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും നന്നായിട്ട് ഡീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ എത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇന്ന് 11ാമത്തെ ദിവസമാണ്. ചെയ്യാറുണ്ട്, പക്ഷെ അതൊരു നല്ല രീതിയിൽ ചെയ്യുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ ഞാൻ അതിന് ചെയ്തൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ അടുത്തൊരു കാശ്മീർ കുന്നുണ്ട്, അടുത്താണ്. അങ്ങനെ ദിവസവും ഡെയിലി എന്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഒരു 5:30 ആ സമയത്ത് പോവും. പിന്നെ അവിടെ നല്ല ഒരു അന്തരീക്ഷമാണ്. അങ്ങനെ അവിടെ പോയിട്ട് 11 ദിവസമായി കറക്റ്റായിട്ട് ഒരു നല്ല രീതിയിൽ ഒരു മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പറ്റി. അങ്ങനെ അത് 90 ദിവസം കറക്റ്റായിട്ട് ചെയ്യാനാണ് എൻ്റെ ഒരു കമ്മിറ്റ്മെന്റ്. ഇന്നത്തെ ക്ലാസ് എനിക്ക് അതിനേറെ സപ്പോർട്ട് ചെയ്തു. പിന്നെ എൻ്റെ ബിസിനസ്സിലാണെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ച രീതിയിലേക്ക് ആ രീതിയിൽ വന്നോണ്ടിരിക്കുന്നുണ്ട്. അത് താങ്ക് യു സർ, താങ്ക് യു, ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. മിനി നമ്മളുടെ കാലിക്കറ്റ് മീറ്റപ്പിൽ വന്നിരുന്ന ആളാണ്. നമ്മളുടെ ഇതിന് മുൻപത്തെ നമ്മുടെ പ്രോഗ്രാം പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇതിലേക്ക് എത്താൻ പറ്റുന്നത്. ആ ടൈപ്പിംഗ് മെത്തേഡ് കൂടെ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രോബ്ലംസ് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മോള് കൽക്കത്തയിലാണ്. മോള് ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും റിലേഷൻഷിപ്പിൽ ഇത്തിരി അത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചെറിയ മോള് കലാമണ്ഡലത്തിലാണ്. അങ്ങനെ രണ്ടാളും ദൂരത്തുള്ള ആ ഒരു ഇതുണ്ട്. അതില് പിന്നെ കമ്മ്യൂണിക്കേഷനിൽ കുറച്ചൊരു ഇത് വരുന്ന സമയത്തും കുറച്ച് സമയമല്ലേ സംസാരിക്കാനൊക്കെ പറ്റുന്നുള്ളൂ. അത് ആ ഒരു ഇതുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ എന്തായാലും ആ ഒരു ഹീലിംഗ് മെത്തേഡ് കൂടെ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. പ്രോബ്ലംസിനൊക്കെ ഒരു സൊല്യൂഷൻ എനിക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്. അങ്ങനെ സക്സസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. റഷീദ് ഖാൻ ഒരു മെസ്സേജ് ഷെയർ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടഡ് yielding significant result at work front. അതായത് ജോലി സ്ഥലത്ത് അല്ലെ, ജോലി സ്ഥലത്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അമേസിംഗ് ആയി മാറുന്നുണ്ട്. ആൻഡ് പ്രൈസ് ടു ദ ലോർഡ്. ദൈവത്തിന് സ്തുതി. ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് കമ്മിറ്റ്മെന്റ്. നൗ ഇറ്റ് ഈസ് ഹേർഡ്. I theoretically fortified the way going. Very good, fantastic. So thank you so much. അതൊന്ന് എലാബറേറ്റ് ചെയ്യാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഒന്ന് മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല കേട്ടോ ഇവിടെ ഇരിക്കുന്ന റഷീദ് ഖാൻ. എന്താ പറയാ, വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന, ഒരുപാട് കമ്പനികളിൽ നിൽക്കുന്ന, നമുക്ക് ഒരുപാട് അറിവ് പകർന്നു തരാൻ കഴിയുന്ന ഒരാളാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. സോ സർ, ഐ വിൽ ലവ് ടു ഹിയർ ഫ്യൂ വേർഡ്സ് ഫ്രം യു. ഇപ്പൊ ആ ഒരു ഷെയർ ചെയ്ത കാര്യം മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആയിരിക്കും. കാരണം ഇപ്പോഴും ഈ ഒരു പ്രായത്തിലും ഇത്രയും എക്സ്പീരിയൻസും അറിവും എല്ലാം വലിയ ടീമിനെയൊക്കെ നയിക്കുന്ന ഒരാളായിട്ട് പോലും യു ആർ ബീയിങ് ഹിയർ എവറി ഡേ ആൻഡ് ഇറ്റ് ഗിവ്സ് അസ് എ ലോട്ട് ഓഫ് ഹോപ്പ്. ഇതാണ് ഇറ്റ്സ് ലൈക്ക് യു ആർ ബിക്കമിങ് എൻ എക്സാമ്പിൾ ഫോർ അസ്. സോ ഞങ്ങളൊക്കെ പലപ്പോഴും ഞങ്ങൾ യുവാക്കളായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഏറ്റവും വലിയ സംഗതി എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരു 35-40 വയസ്സിൽ റിട്ടയർഡ് ആവണം, വെറുതെ ഇരിക്കണം, പണിയെടുക്കാതെ കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ തിങ്കിങ് ആണ്. അവിടെയാണ് നിങ്ങൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. സോ പ്ലീസ് ഷെയർ യുവർ തോട്ട്സ് ഓൺ ദാറ്റ്. വൈ യു ആർ കീപ് കണ്ടിന്യൂയിങ് ദിസ് ലേണിംഗ്? Sir, this is thank you for the compliments, but don't expect more because you are thinking more about me, I think. Yeah, but at this age, I feel getting a new life. ഒരു പുതിയ ഇത് കിട്ടിയതായിട്ട് തോന്നുന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി മൾട്ടിപ്പിൾസ് ഓഫ് ഇത് പലതിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. സാറ് കാണുന്നില്ല, സാറ് വീഡിയോ ഓഫ് ചെയ്തതാണ്. I just want to share the voice. Okay. Share. Yeah, tell me.
that will be enough, no? Yeah, that's enough. Share. അപ്പൊ ഇതിന്റെ സമാനമായിട്ട് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും ഉള്ള എക്സ്പീരിയൻസ് ഈ സെയിം തന്നെയാണ് യഥാർത്ഥത്തിൽ പലരും പറയുന്നുണ്ടല്ലോ. അത് Yeah. ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇതിൽ ആണ് അത് കാണാം. മറ്റുള്ളവർ അവർ കിച്ചണിലാണെങ്കിൽ ആ കിച്ചണിൽ അവരത് കാണും, അല്ലെങ്കിൽ അവരുടെ വേറെ ഏരിയ ആണെങ്കിൽ അവിടെ അത് കാണും. ബട്ട് എവറിഥിങ് ഈസ് സെയിം എന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. ബിസിനസ്സിലാകുമ്പോൾ അത് കുറച്ചുകൂടെ വിസിബിൾ ആവും, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പറയാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഇന്നലെ സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ ഇത് ഇപ്പം എഴുതാൻ പ്രേരിപ്പിച്ചത്. അതായത് നമ്മുടെ ഒരു ടാർഗറ്റ്സ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി സെയിൽസ് ടാർഗറ്റ് ആണ്. ബട്ട് ഐ വാസ് നോട്ട് ഇൻ ടു ദാറ്റ്. ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇപ്പോ ഇതിലേക്ക് കൂടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ സാറിന്റെ ഒരു ക്ലാസ്സിൽ, ബിസിനസ് ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നല്ലോ കോഴിക്കോട്. അപ്പൊ അതിനുശേഷം കുറച്ചുകൂടെ ഇൻസൈറ്റ് എനിക്ക് കിട്ടി. സാറിനോട് ചോദിച്ചിരുന്നു എന്താ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ട് എന്തിനാണ് ഇവിടെ വരുന്നത് എന്നുള്ളത്. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ലേൺ ഫ്രം ദി ന്യൂ ജനറേഷൻ എന്നുള്ളതാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നത്. അത് 100% കറക്റ്റ് ആണ്. ബിക്കോസ് പുതിയ കാലത്ത് ജീവിക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ ധാരാളം ഉണ്ടാവും. നമ്മളുടേത് എന്ന് പറയുന്നത് രണ്ടിന്റെയും മിക്സാണ്. പഴയതിന്റെയും പുതിയതിന്റെയും ഒരു മിക്സാണ്. പുതിയ ഇതിൽ നമ്മൾ ലീപ്പ് ചെയ്യുമ്പോൾ ഓവറായി പോവാതിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾക്ക് പഴയത് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾ എപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരിക്കും എല്ലായിടത്തും. അപ്പോൾ നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ അതിൽ നിന്നും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്കും അത് കിട്ടുമല്ലോ എന്നുള്ളതാണ് ഈ പാർട്ടിസിപ്പേഷന്റെ വേറെ ഒരു ഒബ്ജക്റ്റ്. അപ്പോൾ ഇതില് പിന്നെ ഈ ടാർഗറ്റ്സ് എത്താനായിട്ട് 2-3 മാസമായിട്ട് ടാർഗറ്റ്സ് വരുന്നില്ല. അപ്പൊ എല്ലാവരും അതിൽ പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഫസ്റ്റിൽ ഒരു തവണ എല്ലാവരും അത് കൊണ്ട് കമ്മിറ്റ്മെന്റ് എടുപ്പിച്ചു. ബട്ട് ദാറ്റ് ഫെയിൽഡ് ഫസ്റ്റ് മന്ത്. സെക്കൻഡ് മന്ത് ആൾസോ failed, but still they are ready to take the commitment. And the third time പിന്നെ എടുക്കാൻ വന്നപ്പോൾ this time we will do it എന്നുള്ള ഒരു ഫേം കമ്മിറ്റ്മെന്റ്സ് ആണ് അവരെ കൊണ്ട് എടുപ്പിച്ചത്. അതും ഫസ്റ്റ് ഹാഫ് ഓഫ് ദ മന്ത് സ്റ്റിൽ ഇറ്റ് വാസ് ഗോയിങ് സ്ലാഗിങ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും അത് ഇനിയിപ്പോൾ അത് നടക്കുമോ എന്നുള്ള ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ മുന്നിൽ ഇരുന്ന് എന്തോ ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലത്തെ ഒരു അമേസിങ് റിസൾട്ട്. ഇന്നലെ അത് ഇങ്ങോട്ട് ഒരു ഡേ ബ്രേക്ക് പോലെ അത് ഇങ്ങോട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ അത് എന്നെയും അത്ഭുതപ്പെടുത്തി യഥാർത്ഥത്തിൽ. ബട്ട് നമ്മുടെ ആ പ്ലേസ് ചെയ്തിട്ടുള്ള കോൺഫിഡൻസ്, പോസിറ്റിവിറ്റി, ഈ പോസിറ്റിവിറ്റി ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ റിസൾട്ട് വരാതെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഡിലേ കാണുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റിവിറ്റീനെ നമ്മൾ ഓവർകം ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് ലീപ്പ് ചെയ്തിട്ട് വീണ്ടും ട്രിഗർ ചെയ്യാനുള്ള ഒരു ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെയൊക്കെ ഒരു കളക്റ്റീവ് ഇതിൻ്റെ ബെനിഫിറ്റ്സിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നല്ലൊരു ഡേ ആയിരുന്നു ഇന്നലെ. അത് കണ്ടിന്യൂ ചെയ്യുന്നുള്ള ഒരു ടെമ്പോ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നലെ കിട്ടിയത് കൊണ്ട് നമ്മൾ പറയുന്നില്ല ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഗ്രാറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. ആ ഗ്രാറ്റിറ്റ്യൂഡ് വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. സോ ഇന്ന് അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും എന്നുള്ള 100% ബിലീഫിലാണ്. ഈ രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടുന്നത് ഇത്തരം പിന്നെ ക്ലാസ്സുകളിൽ അവർ ഇത് ചെയ്യുന്ന ആ തിയറീസും അത് യഥാർത്ഥത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോഴുള്ള ഒരു ഇതാണ് ഇപ്പോൾ കാണുന്നത്. ഇതിലുള്ള ഒരു സംഭവം. അപ്പൊ കമ്മിറ്റ്മെന്റ്സ് നമ്മളിപ്പോ ഇന്നിപ്പോ രാവിലെ തന്നെ കമ്മിറ്റ്മെന്റ് എന്ന് സാറ് പറഞ്ഞു. ചിലർ ഇന്നലെ വിചാരിച്ചു ഫോർഗീവ്നെസ്സിന്റെ ക്ലാസ് വന്നു. പിന്നെ ഇന്നിപ്പോ ഞാൻ ആ കമ്മിറ്റ്മെന്റിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാറ് പറയുന്നത് ഇത് കമ്മിറ്റ്മെന്റിനെ പറ്റിയുള്ള ക്ലാസ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് റിയലി അമേസിങ്. താങ്ക് യു സാർ. Thank you so much. Thank you so much for sharing your experience and the way you are seeing things in such a humble way. വളരെ ഹമ്പിൾ ആയിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. കമ്മിറ്റ്മെന്റിന്റെ ഒരു കാര്യം ലൈഫിൽ എന്ന് വെച്ചാൽ ഒരു വലിയൊരു ടീമിനെ
നമ്മളൊക്കെ ബിസിനസ്സിൽ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയും അതിൽ നിന്ന് സെയിൽസ് ടാർഗറ്റിലേക്ക് നമുക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് എന്താ പറയുക ചാലഞ്ചിങ് ആണ്. പക്ഷെ ആ കമ്മിറ്റ്മെന്റ് ഏറ്റെടുത്തു. took a decision, kept on for 3 months. Then, like, a commitment is also like you hit the rock, but you want to break the rock, but you hit the rock continuously. 50 തവണ ഇടിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ പിന്തിരിഞ്ഞു പോരും. ചിലപ്പോൾ 51ാമത്തെ തവണ ഇടിക്കുമ്പോൾ പൊട്ടും. അതാണ് ഇന്നലെ അവിടെ സംഭവിച്ചത്. You people were like, hitting and hitting and hitting and hitting and hitting, and then you break the wall. Once you break the wall, it will work. You get the wall. ഇതിലെ ആപ്തവാക്യങ്ങൾ പലതുണ്ടല്ലോ. മുട്ടുവിൻ തുറക്കപ്പെടും, പിന്നെ അതുപോലെ മൻജദ്ദ വജദ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. സോ അതെല്ലാം യഥാർത്ഥത്തിൽ ഒരു ഫാക്റ്റാണ്, ട്രൂത്താണ്. ആ ട്രൂത്ത് നമ്മളിപ്പോ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ആ പറഞ്ഞത് ഫുള്ള് ട്രസ്റ്റ് ചെയ്യാം. നമുക്ക് സൈക്കോളജിയിലും അതുപോലെ സയൻസിലും ഇതിലെല്ലാത്തിലും ഇതേ കാര്യങ്ങൾ തന്നെയാണുള്ളത്. പിന്നെ വൈ ഷുഡ് ബി അൺട്രസ്റ്റ്? ട്രസ്റ്റ് കൊടുക്കാതിരിക്കേണ്ട യാതൊരു കാര്യമില്ല. എല്ലാത്തിലും ഉള്ള സംഭവമാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ദെൻ വാട്ട്? പിന്നെ ഒന്നും പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് ഫുള്ളായിട്ട് അതിലങ്ങ് കൊടുക്കല്ലേ, ട്രസ്റ്റ് ആൻഡ് കൊടുക്കുക. വിത്ത് ട്രസ്റ്റ് വിത്ത് ട്രസ്റ്റ്. യെസ്. അതായത് ഞാൻ എപ്പോഴും നമ്മുടെ കഴിഞ്ഞ സെഷനിൽ നമ്മുടെ ഇന്നലെ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളുടെ കോഴ്സിലെ സെഷൻ. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ യു ട്രസ്റ്റ് ദ പ്രോസസ്. കമ്മിറ്റ്മെന്റ് ഇസ് ആൾസോ ട്രസ്റ്റിംഗ് ദ പ്രോസസ്സിൽ നമ്മൾ അതിൽ റിസൾട്ട് വരും. നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യത്തിൽ റിസൾട്ട് നമുക്ക് ലഭിക്കും. നമ്മുടെ ലൈഫ് ബെറ്റർ ആവും. നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നല്ല. അപ്പം അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ടവൻ ട്രസ്റ്റ് ക്രിയേറ്റ്സ് സ്പീഡ് എന്നുള്ള. ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ള ട്രസ്റ്റിനെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേർഡ് അല്ലെങ്കിൽ ഒരു കോട്ട് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ട്രസ്റ്റ് ക്രിയേറ്റ്സ് സ്പീഡ്. നമ്മുടെ ജീവിതത്തിൽ വേഗത കൊണ്ടുവരും എന്നതാണ്. നമ്മൾ വ്യക്തികളെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ് വളരും. നമ്മളുടെ വ്യക്തികളെ പാർട്ട്നേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ, ഇൻവെസ്റ്റേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ, കസ്റ്റമേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ, അതേപോലെ നമ്മുടെ ടീം മെമ്പേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ, വെൻ ട്രസ്റ്റ് ഈസ് ദർ ദെൻ ഓൺലി ഡെവലപ്മെന്റ് ഈസ് ദർ. ഒരു ട്രസ്റ്റ് ഇല്ലാത്ത സൊസൈറ്റിയിൽ ട്രസ്റ്റ് ഫാക്ടറാണ് ഒരു സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു രാജ്യത്തെ വളർത്തുന്നത് ട്രസ്റ്റ് ഫാക്ടറാണ്. പണ്ട് ഇന്ത്യയിൽ ഓൺലൈൻ കച്ചവടം ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഓൺലൈൻ മാർക്കറ്റിന്, ബിക്കോസ് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പൊ അറിവില്ലായ്മ ലാക്ക് ഓഫ് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും എക്സ്പോഷർ അറിവ് നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് വരും. അപ്പൊ ട്രസ്റ്റ് നമ്മൾ എന്ന് വെച്ചാൽ വെൻ ദർ ഇസ് ഇനഫ് ട്രസ്റ്റ് ഇൻ ദ ടീം, ഇൻ ദ സൊസൈറ്റി ഓർ ഇൻ ബിറ്റ്വീൻ പീപ്പിൾ, ട്രസ്റ്റ് എവിടെയുണ്ടോ നമ്മുടെ ലൈഫിൽ ട്രസ്റ്റിന് ഭയങ്കരമുണ്ട്. പവർ ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്ന സെഷനുമായിട്ട് ഞാൻ വരുന്നതാണ്. സോ ഇറ്റ് ക്രിയേറ്റ്സ് സ്പീഡ് ഇൻ യുവർ ലൈഫ്. സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ joining today's session. ഇന്നത്തെ സെഷൻ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള സെഷൻ ആണെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു എവ്രിബഡി ഫോർ ജോയിനിങ്. എല്ലാവരുടെയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ ഈ ക്ലാസ്സുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, എത്തിക്കുക, ക്ഷണിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ദിസ് ഈസ് ദ ലേണിംഗ് we should always continue. Spread the positivity, spread the development, spread the growth, share the growth. Let's grow together and achieve our dreams together. Thank you, everyone. Thank you so much for joining. Okay? Have a great day. Have a great, beautiful day. Thank you, sir. Thank you so much. Thank you. ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ക്ലാസ്സിലേക്ക്. പിന്നെ നല്ലൊരു അച്ചീവ്മെന്റ് ഉണ്ടായിരുന്നു സർ. പിന്നെ ടീം ബിൽഡ് ചെയ്യാൻ നല്ലൊരാളെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല, ചെയ്യൂ ഈ ആഴ്ചയില്. Okay. Thank you so much, Kamarjan. 2 ദിവസം എനിക്ക് മെഡിറ്റേഷൻ കിട്ടാത്തായിരുന്നു, വല്ലാത്തൊരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മെഡിസിൻ കഴിക്കുന്ന കൊണ്ട് അയക്കുന്നതാണ്. ഞാൻ അണിച്ചിട്ടുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റില്ല. It's okay. Don't go to the victim mode. It's okay എന്ന് പറയും കേട്ടോ. It's okay. 2 ദിവസം പറ്റില്ല. I'll be fine. It's okay. സാരമില്ല. It's okay എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, you come back. ഇതിൽ നിന്ന് കുറച്ച് ബെനിഫിറ്റ് കിട്ടിയെന്നുള്ള. ഞാനൊക്കെ ഒത്തിരി സ്പീഡില് ഭക്ഷണം കഴിച്ചപ്പോ സാറ് പറഞ്ഞ ക്ലാസ്സിൽ മീറ്റപ്പിന് ശേഷമാണ് ആസ്വദിച്ച് ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നത്. Very good. Improvements ഉണ്ടാവട്ടെ. Thank you so much. Stay hopeful, stay blessed. Okay. Thank you, everyone. Okay. Yes. Thank you so much. Have a great day. Thank you.